തശ്റബൂൻ. നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തെ കുറിച്ച് നിങ്ങൾ ആലോചിക്കാറുണ്ടോ? അഅൻതും അൻസൽതുമൂഹു മിനൽ മുസ്നി അം നഹ്നുൽ മുൻസിലൂൻ. ഈ മേഘത്തിൽ നിന്ന് വെള്ളം ഇറക്കിയവൻ ആരാണ്? ഒരു പ്രധാനമന്ത്രിയുമല്ല, ഒരു UN സെക്രട്ടറിയുമല്ല, ഒരു ചീഫ് മിനിസ്റ്ററുമല്ല, ഒരു പാർട്ടിയുടെ മേധാവിയുമല്ല. അങ്ങനെയുള്ള രക്ഷിതാവാണ് അല്ലാഹ്. ആ അല്ലാഹനെ മറന്നിട്ട് നീ താൽക്കാലികമായ ഒരു സ്ഥാനാർത്ഥിയുടെ പിന്നാലെ പോകാൻ പാടില്ല. രാഷ്ട്രീയാധികാരം എന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ യാചനയെന്നാ. സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞാൽ സ്ഥാനത്തിന് വേണ്ടി യാചിക്കുന്നവെന്നാ. എന്നെ ഒന്ന് ജയിപ്പിക്കണേ, എന്നെ ഒന്ന് ജയിപ്പിക്കണേ, എന്നെ ഒന്ന് ജയിപ്പിക്കണേ. അത് ലോകത്തിന്റെ ഒരു ഫിനോമിനയാണ് ഞാൻ പറയുന്നത്, ഒരാളുടെ കുഴപ്പമില്ല. ആദ്യം തന്നെ നിന്ദ്യതയിൽ നിന്നാണ് അതിന്റെ തുടക്കം, നിസ്സാരതയിൽ നിന്നാണ് അതിന്റെ തുടക്കം. അതേ സമയത്ത് മുലൂക്കുൽ അർദ്, ലോകത്ത് വ്യവസ്ഥാപിതമായ ഭരണചക്രങ്ങൾ അധികാരത്തിലേറാതെ ഹൃദയങ്ങൾ കീഴടക്കിയ മഹാന്മാരായ ഭരണാധികാരികളുണ്ട്. അവർ ആലിമീങ്ങളാണ്, അവർ ആത്മീയതയിൽ ജീവിച്ചവരാണ്, അല്ലാഹുവിന്റെ വഴിയിൽ ചെലവഴിച്ച മഹാന്മാരാണ്. അവർക്കിവിടെ ഒരു പൊളിറ്റിക്കൽ പാർട്ടി വേണ്ട, അവർക്കിവിടെ രാഷ്ട്രീയമായ സംവിധാനങ്ങൾ വേണ്ട. അല്ലാഹ് എന്ന രക്ഷിതാവിനെ മറന്നിട്ട് നിങ്ങൾ ഇറങ്ങണ്ട. നിങ്ങൾ ഒരു കക്ഷിക്കും വോട്ട് ചെയ്യാൻ പറയാനുള്ള പ്രസ്ഥാനമല്ല ഇത്. അത് ഞങ്ങളുടെ അജണ്ടയല്ല. ബോധമാണ്. അതേ സമയത്ത് എന്റെ യുവാവേ, നിന്റെ യുവത്വം തെരുവിൽ കക്ഷി രാഷ്ട്രീയത്തിന് പിടിച്ചു കീറേണ്ടതല്ല. മഹാനായ സയ്യിദുനാ സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു 35-ാമത്തെ വയസ്സിൽ ഉഹദിന്റെ രണാങ്കണത്തിൽ കിടന്നുകൊണ്ട് അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി അവസാന ശ്വാസം വലിക്കുമ്പോ കൂട്ടുകാര് പോയി ചോദിക്കുന്നു, യാ സഅദ്, ഓ സഅദേ, എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? സഅദ് റളിയല്ലാഹു അൻഹു പറയാണ്, നിങ്ങളുടെ ഇമ വെട്ടുന്നിടത്തോളം കാലം നിങ്ങൾ മുത്തുനബി തങ്ങളുടെ അടുക്കെന്ന് മാറാൻ പാടില്ല. കുറെയൊക്കെ സീറ്റുകൾ ഈ ഭാഗത്തൊക്കെ ഉണ്ട്. ആ സൈഡിലിരിക്കുന്നവരൊന്ന് നീ ഇരുന്ന് കൊടുത്താല് വരുന്നവർക്ക് ഇരിക്കാൻ സൗകര്യപ്പെടും. അള്ളാഹു നമ്മുടെ സദസ്സ് കബൂൽ ചെയ്യുമാറാകട്ടെ. അള്ളാഹു നമ്മയൊക്കെ സ്വീകരിക്കട്ടെ. അപ്പൊ അള്ളാഹുവിന്റെ വജഹിന് വേണ്ടി ജീവിക്കണം, അള്ളാഹുവിനെ കുറിച്ചുള്ള വിചാരങ്ങൾ ഉണ്ടാവണം. അവിടെയാണ് നമ്മുടെ യുവത്വം ചെലവഴിക്കേണ്ടത്. ബുദ്ധിമാന്മാരെവിടെ? ശാഫി ഇമാം റളിയല്ലാഹു അൻഹുവിനെ വെല്ലുന്ന അറിവുള്ളവരെവിടെ? അവരെ വെല്ലുന്ന വ്യക്തിത്വത്തിന്റെ ഉടമകൾ എവിടെ? നമ്മുടെ കുട്ടികൾക്ക് റിയൽ ജീനിയസുകൾ അറിയില്ല. ഷാഫി ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ മെമ്മറിയോട് കോമ്പറ്റീറ്റ് ചെയ്യാൻ പറ്റുന്ന ആരവിടെയുള്ള? ഇമാമുന് ഷാഫി റളിയല്ലാഹു അൻഹു 1000 കൊല്ലം മുമ്പ് ഇന്നുള്ള മെഡിക്കൽ ഡെവലപ്മെന്റുകളെ കാണാൻ കഴിഞ്ഞ മഹാനാണ്. ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു 1000 കൊല്ലം മുമ്പ് ഇന്നത്തെ ബയോളജിക്കൽ ഡെവലപ്മെന്റുകൾ, ഇന്നത്തെ ആസ്ട്രോണമിക്കൽ കാഴ്ചപ്പാടുകൾ, ഇതിന് മുഴുവനും ഫോർസൈറ്റോടുകൂടി കണ്ട മഹാനാണ് ഇമാമുന് ഷാഫി റളിയല്ലാഹു അൻഹു. നിങ്ങൾക്കറിയുമോ സഹോദരന്മാരെ? കാരണം എന്താ? ഞാൻ 1-2 ഉദാഹരണങ്ങൾ ഇവിടെ വെമ്പയനാട് വഴുതു പറയുമ്പോൾ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ഷാഫി ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ കർമ്മശാസ്ത്രധാരയിൽ നിന്ന് ഇപ്പോൾ ഈ ലോകത്തുള്ള സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും ഏത് ഭ്രമണപഥത്തിലാണെന്ന പള്ളിയുടെ അകത്തളത്തിൽ നിന്ന് വീക്ഷിച്ച് നിയമം പറയാൻ പറ്റുന്ന ഗോളശാസ്ത്ര പണ്ഡിതനായിരുന്നു ഇമാമുന് ഷാഫി റളിയല്ലാഹു അൻഹു. നിങ്ങൾക്കറിയുമോ ഇപ്പോൾ ഈ ലൂണാർ പൊസിഷൻ എവിടെയാണ്? ഇപ്പോൾ സൂര്യൻ ഏത് തലത്തിലാണ്? ഇതുപോലെ ലോകത്തുള്ള ഗോളങ്ങളെ കുറിച്ച് പള്ളിയുടെ അകത്തളത്തിൽ നിന്ന് കാണാൻ കഴിഞ്ഞ മഹാനായിരുന്നു. മഹാനായ വെള്ളിയാമ്പുറം സൈദാലി ഉസ്താദ് എന്ന് പറയുന്ന സമീപകാലത്ത് കഴിഞ്ഞുപോയ വലിയൊരു ആത്മജ്ഞാനിയായ പണ്ഡിതനുണ്ട്. ആ പണ്ഡിതൻ ഇസ്ലാമിക കർമ്മശാസ്ത്രത്തിൽ വലിയ അവഗാഹമുള്ളവരാണ്. ആ അവഗാഹമുള്ള മഹാനായ ഇമാം ബഹുമാനപ്പെട്ട വെള്ളിയാമ്പുറം സൈദാലി ഉസ്താദിനോട് അവിടുത്തെ കൂട്ടുകാരനായ ഒരാൾ സ്കൂളിൽ പഠിച്ച് വലിയ അധ്യാപകനാ, നല്ല കണക്കൊക്കെ അറിയുന്ന ആളാ, നല്ല മാത്സ് ഒക്കെ അറിയുന്ന ആളാ. പക്ഷേ ഒരു അനന്തരാവകാശ മസല വന്നപ്പോൾ
ഒരാൾ മരണപ്പെട്ടു പോയാൽ അയാളുടെ അനന്തര സ്വത്ത് എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത്? നമ്മൾ ഇന്ന് അടിപിടി കൂടുക. അള്ളാഹുവിന്റെ ഖുർആൻ നേരിട്ട് അതിന് നിയമം പറഞ്ഞിട്ടുണ്ട്. ആരും അടിപിടി ഒന്നും കൂടേണ്ട ആവശ്യമില്ല. ഉമ്മഹി സുദുസ്, ഉമ്മക്ക് 6/1, അങ്ങനെ തുടങ്ങി 6/1, 4/1 ഓരോ അനുപാതങ്ങളും ആർക്ക് നൽകണം എന്നുള്ള പരിശുദ്ധമായ ഖുർആനിന്റെ നിയമം ഇവിടെയുണ്ട്. ആ നിയമം അറിയാതെയും ആളുകൾ കടിപിടി കൂടുകയാണ്. ഫറായിലിന്റെ മസ്അലകൾ പരിശുദ്ധമായ ഖുർആൻ നേരിട്ട് പറഞ്ഞതാണ്. ഒരാൾ മരണപ്പെട്ടു പോയാൽ അയാളുടെ അനന്തര സ്വത്ത് ആർക്ക് ഏത് അനുപാതം നൽകണമെന്ന് വിശുദ്ധമായ ഖുർആനിന് വ്യക്തമായ നിയമമുണ്ട്. അപ്പോഴാണ് ഒരാൾ പറയുന്നു, വാപ്പ ജീവിച്ചിരിക്കുന്ന കാലത്ത് വാപ്പയുടെ മരണാനന്തരം മുഴുവൻ സ്വത്തും എനിക്കാണെന്ന് എഗ്രിമെന്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞൊരു മകൻ വന്നാൽ അവന് സാധുതയില്ല. കാരണം ഒരാൾ വസിയ്യത്ത് ചെയ്യുമ്പോൾ 1/3 സ്വത്തിൽ വസിയ്യത്ത് ചെയ്താൽ മരണാനന്തരം അവകാശികളുടെ സമ്മതമില്ലാതെ ആ വസിയ്യത്ത് പൂർണ്ണമല്ല, സ്വീകാര്യമല്ല എന്ന നിയമം ഇസ്ലാമിനുണ്ട്. അതുകൊണ്ട് ഒരാൾക്ക് വഞ്ചിച്ചെടുക്കാൻ സാധ്യമല്ല. ഇത്രയും കൃത്യമാണ്, ആക്യുറസി ഉള്ളതാണ് ഇസ്ലാമിന്റെ അനന്തരാവകാശ നിയമം. മഹാനായ സയ്യിദ് അലി ഉസ്താദ് അവർകൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്റെ കൂട്ടുകാരനായ ഒരു സ്കൂൾ അധ്യാപകൻ, നന്നായി കണക്കറിയുന്ന ആളാണ്. പക്ഷേ ഒരു അനന്തരാവകാശ മസല വന്നപ്പോൾ അദ്ദേഹത്തിന് വ്യക്തമാകുന്നില്ല, കണക്ക് ശരിയാവുന്നില്ല. ആ നാട്ടുകാര് പറഞ്ഞു, പള്ളിയിലെ ഉസ്താദ് സയ്യിദ് അലി മുസ്ലിയാരോട് ചോദിച്ചാൽ മതിയെന്ന്. തന്റെ കൂട്ടുകാരനാണ്, സ്കൂളിലൊന്നും പോകാത്ത ആളാണ്. അദ്ദേഹത്തിന് ഇതൊക്കെ എങ്ങനെ അറിയാനാണ്? ഏതായാലും ചെന്ന് ചോദിച്ചപ്പോൾ കൈവെള്ളയിൽ ചെറുതായി ഒന്ന് കണക്ക് കൂട്ടിയിട്ട് കൃത്യമായ കണക്കങ്ങ് പറഞ്ഞു കൊടുത്തപ്പോൾ അദ്ദേഹം ചോദിച്ചു, അത്രേ, നിങ്ങൾ ഈ പള്ളിയുടെ മൂലയിൽ ഇരുന്നുകൊണ്ട് ഈ അറിവുകൾ മുഴുവനും നേടിയോ? അതേ, അത്രയും വലിയ അറിവിന്റെ ലോകമാണ് മഹാന്മാർ. ശാഫഈ ഇമാം റളിയല്ലാഹു അൻഹു അവനറിയാം ഇപ്പോൾ ഓരോ ഗോളങ്ങളും എവിടെയാണ് നിൽക്കുന്നത് എന്ന്. ഏത് സ്ഥലത്ത് കൊണ്ട് ചെന്നാലും എവിടുന്ന് ഖിബലയുടെ ഡയറക്ഷൻ ഏതാണെന്ന് ബഹുമാനപ്പെട്ട ശാഫഈ ഇമാം തങ്ങൾക്ക് നിർണയിക്കാൻ നമ്മളെപ്പോലെ മൊബൈൽ ആപ്ലിക്കേഷൻ വേണ്ട, നമ്മളെപ്പോലെ തവക്ക ആവശ്യമില്ല. മഹാനവറുകൾക്ക് അറിവിന്റെ ആഴം കൊണ്ട് ആ ഡയറക്ഷൻ കറക്റ്റ് ചെയ്തു തരാൻ പറ്റുന്ന വലിയ മഹാനാണ് എന്നല്ല, അതിന്റെ മാസ്റ്റർ ഡിഗ്രി പഠിപ്പിച്ചു കൊടുത്ത നേതാവാണ് ഇമാമുന ശാഫഈ റഹിമഹുല്ലാഹ്. എന്തിനേറെ ആധുനിക ബയോളജി കണ്ടുപിടിച്ചിരിക്കുന്ന കാഴ്ചപ്പാടുകളെ 1000 കൊല്ലം മുമ്പ് കാണാൻ കഴിഞ്ഞ മഹാനാണ്. അതുകൊണ്ടല്ലേ മഹാനായ ശാഫഈ ഇമാം തങ്ങൾ മെൻസസിന്റെ മസല പഠിപ്പിച്ചു തന്നു. ഇന്നത്തെ മോഡേൺ ബയോളജി ഇന്ന് വരെ അതിനെ ക്രോസ് ചെയ്തിട്ടില്ല. നമ്മളൊക്കെ 6ാം ക്ലാസ്സിലും 5ാം ക്ലാസ്സിലും 4ാം ക്ലാസ്സിലും ഒക്കെ മദ്രസ പഠിക്കുന്നുണ്ട്. ഹൈലിന്റെ മസല, മെൻസസിന്റെ മസല, അത് മഹാനായ ഇമാമുന ശാഫഈ തങ്ങൾ പഠിപ്പിച്ചെന്നതാ. ഇന്നത്തെ മോഡേൺ ബയോളജിയോ ഏതെങ്കിലും ഗൈനക്കോളജിസ്റ്റോ വന്നിട്ട് നിങ്ങളെ മദ്രസ പഠിക്കുന്ന പീരീഡ് ശരിയല്ല എന്ന് പറയോ? ഇല്ല. 200 ചില്ലാനം വരുന്ന അടിമ സ്ത്രീകളുടെ മെൻസസ് പീരീഡുകൾ ഗവേഷണം നടത്തിയിട്ടാണ് ഇമാമുന ശാഫഈ റളിയല്ലാഹു അൻഹു മസല എഴുതിയത്. അക്കാലഘട്ടത്തിൽ, ഇന്നത്തെ വലിയ ലാബുകൾ ഇല്ലാത്ത കാലത്ത്, ബയോളജിയുടെ സബ് ഡിവിഷനുകൾ രൂപപ്പെടാത്ത കാലത്ത്, സയൻസ് വരാത്ത കാലത്ത്, ഏതുവരെ എന്നറിയുമോ? ശാഫഈ കർമ്മശാസ്ത്രധാരയിൽ ഒരു മസല ചർച്ച ചെയ്യുന്നത് കാണാം. ഒരാളുടെ കൈ മുറിഞ്ഞുപോയി, അയാളുടെ കൈക്ക് പകരം വേറെ ഒരാളുടെ കൈ ഫിറ്റ് ചെയ്തു. അതൊരു സ്ത്രീയുടെ കൈയാണ് ഫിറ്റ് ചെയ്തത്. ഒരു പുരുഷന്റെ കൈ മുറിഞ്ഞുപോയി, പകരം ഒരു സ്ത്രീയുടെ കൈ ഫിറ്റ് ചെയ്തു. അങ്ങനെ ഫിറ്റ് ചെയ്യാൻ പറ്റുമോ? അതിൽ വ്യത്യസ്തങ്ങളായ വീക്ഷണങ്ങളുണ്ട്. ദാതാവ് ആര്? ജീവിച്ചിരിക്കുന്ന ആളോ, മരണപ്പെട്ട ആളോ, വിശ്വാസിയോ അവിശ്വാസിയോ, അങ്ങനെയെല്ലാമുള്ള ഡിവിഷനുകൾ വേറെയുണ്ട്. ഞാൻ അതിലേക്ക് പോണില്ല. അല്ലാമ ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു അതെല്ലാം വിശദീകരിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരാളുടെ കൈ മുറിഞ്ഞുപോയി, പകരം ഫിറ്റ് ചെയ്തത് ഒരു സ്ത്രീയുടെ കൈയാണ് പുരുഷന് ഫിറ്റ് ചെയ്തു കൊടുത്തത്. എന്നാൽ ശാഫഈ മദ്ഹബ് പ്രകാരം അന്യ സ്ത്രീ പുരുഷന്മാരുടെ തൊലി തമ്മിൽ തട്ടിയാൽ വുളൂ മുറിയും.
അപ്പോൾ ഈ രണ്ട് കൈകൾ തമ്മിൽ തട്ടിയാൽ വുളു മുറിയുമോ ഇല്ലേ? ഏത് കാലത്താ? 1000 years ago. 1000 കൊല്ലം മുമ്പ് പണ്ഡിതന്മാര് ചർച്ച ചെയ്തു. എന്നിട്ട് അതിന്റെ നിർദ്ധാരണം എഴുതി വെച്ചു. എന്താണ് അതിന്റെ പരിഹാരം എഴുതിയതെന്ന് കൂടി ഞാൻ പറയാം. ഇയാളുടെ കൈ ഫിറ്റ് ചെയ്തതിനു ശേഷം ഇയാളുടെ ബ്ലഡ് സർക്കുലേഷൻ ഈ അവയവത്തിലൂടെ സാധ്യമായിട്ടുണ്ടെങ്കിൽ അത് അയാളുടെ അവയവം പോലെയാണ്. അതയാളുടെ അവയവം പോലെയാണ് എന്ന് പറഞ്ഞാൽ ഈ പുരുഷന്റെ ശരീരത്തെ ഫിറ്റ് ചെയ്തു, അല്ലെങ്കിൽ സ്ത്രീക്ക് പുരുഷന്റെ കൈ ഫിറ്റ് ചെയ്തു, എന്നിട്ട് ബ്ലഡ് സർക്കുലേഷൻ ആ അവയവത്തിലൂടെ സാധ്യമായാൽ അത് അയാളുടെ അവയവം പോലെയാണ്. തൊട്ടാൽ വുളു മുറിയൂല. ഇനി കേവലം അത് ഡമ്മിയാണെങ്കിൽ വുളു മുറിയും. ഇത് എഴുതി വെക്കണ എന്ന ബയോളജിയും അംഗമാറ്റവും ലിംഗമാറ്റവും ബീജദാനവും രക്തദാനവും അവയവദാനവും ഹാർട്ട് ദാനവും ഹാർട്ട് ഓപ്പറേഷനും ഒക്കെ മനുഷ്യൻ ചിന്തിക്കുന്നതിന് മുമ്പ്, സയൻസുകൾ രൂപപ്പെടുന്നതിന് മുമ്പ് ഇത്രയും വലിയ ഫോർസൈറ്റ് ഉള്ളവരായിരുന്ന മഹാന്മാരായ ആലിമീങ്ങൾ. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ യാഥാർത്ഥ്യങ്ങളെ അറിഞ്ഞ മഹാന്മാരാണ് കഴിഞ്ഞുപോയത്. നമ്മുടെ മക്കൾക്ക് ശാഫി ഇമാം തങ്ങളെ അറിയുന്നില്ല. അറിഞ്ഞാലല്ലേ എന്റെ മകൻ ഒരു ശാഫി ഇമാമിനെ പോലെ ആകണമെന്ന് ആലോചിക്കുക. നമ്മുടെ മക്കൾക്ക് ഇമാം ഗസാലി തങ്ങളെ അറിയില്ല. ഇസ്ലാമിന്റെ കഴിഞ്ഞുപോയ മഹാന്മാരെ അറിയില്ല. അറിഞ്ഞാലല്ലേ എനിക്ക് അതുപോലെ ആകണമെന്ന് ചിന്തിക്കുക. സ്വർഗം കൊണ്ട് മുന്നറിയിപ്പ് ലഭിച്ച 10 സ്വഹാബികളുടെ പേര് നമ്മുടെ മക്കൾക്കറിയുമോ? നമ്മുടെ ഓർമ്മയിലുണ്ടോ? രക്ഷിതാക്കളോട് ഞാൻ ആത്മാർത്ഥമായി ചോദിക്കുകയാണ്, സ്വർഗം കൊണ്ട് മുന്നറിയിപ്പ് ലഭിച്ച 10 സ്വഹാബിമാരുടെ പേര് നിങ്ങളുടെ ഓർമ്മയിലുണ്ടോ? നിങ്ങളുടെ മക്കൾക്ക് പരിചയമുണ്ടോ? ഇങ്ങനെ ഇസ്ലാമിന്റെ മഹാന്മാരായ ഫിഗറുകളെ നമ്മുടെ മക്കളുടെ മുമ്പിൽ വരുമ്പോഴാണ്, പടച്ചവനെ എന്റെ മകൻ അതുപോലെ ആയിരുന്നെങ്കിൽ, എന്റെ മകൻ ഷാഫി ഇമാമിനെ പോലെ ആയിരുന്നെങ്കിൽ, എന്റെ മകൻ ഇബ്നു ഹജർ തങ്ങളെ പോലെ ആയിരുന്നെങ്കിൽ, എന്റെ മകൻ നബവി ഇമാമിനെ പോലെ ആയിരുന്നെങ്കിൽ, എന്റെ മകൻ അദാ ഗസാലി ഇമാമിനെ പോലെ ആയിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കാൻ നമ്മുടെ മക്കളുടെ മുമ്പിൽ മോഡലുകളില്ല. അവരെ കണ്ടത് സിനിമ നടീനടന്മാരെയാണ്. അവരെ കണ്ടത് കളിക്കോപ്പിലെ താരങ്ങളെയാണ്. അവരവരെ പിൻപറ്റുകയാണ്. മോനെ, നമ്മൾ ഈ ലോകത്തെ ചരിത്രം രചിച്ച മഹാരഥന്മാരുടെ പിൻഗാമികളാണ്. അതിൽ വലിയൊരു മഹാനല്ലേ സയ്യിദുനാ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു. ആരാണ് മുആദ് റളിയല്ലാഹു അൻഹു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒപ്പം വാഹനത്തിൽ സഞ്ചരിക്കാൻ കഴിഞ്ഞ സ്വഹാബിയാണ്. ഒരു ദിവസം മഹാനായ മുആദ് റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ മുത്തുനബി തങ്ങളുടെ വാഹനത്തിൽ പിൻസീറ്റിലിരിക്കുന്ന ആളാണ്. അപ്പോഴെന്നെ വിളിക്കുന്നു, യാ മുആദ്, അല്ലയോ മുആദേ എന്ന് പറഞ്ഞെനിക്ക് പ്രത്യേകമായ ചില ഉപദേശങ്ങൾ പറഞ്ഞു തന്നു. മാത്രമല്ല, മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു ആണ് സ്വഹാബികളിൽ വെച്ചുകൊണ്ട് ഹലാൽ ഹറാമിൽ ഏറ്റവും വിജ്ഞാനമുണ്ടായിരുന്ന ആൾ. മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു ആണ്. യമനിൽ ഇസ്ലാം പ്രചരിപ്പിച്ച മഹാനാണ് മുആദ് റളിയല്ലാഹു അൻഹു. അവസാനം പറഞ്ഞു, മുആദേ ലഅല്ലക തമുറു ബിമസ്ജിദി വഖബരി യാ മുആദ്. അല്ലയോ മുആദേ, നിങ്ങൾ യമനിൽ പോയിട്ട് അള്ളാഹുവിന്റെ ദീന് പ്രചരിപ്പിച്ച് വരുമ്പോ ചിലപ്പോൾ നിങ്ങൾ തിരിച്ചു വരുമ്പോ എന്റെ പള്ളിയും എന്റെ ഖബറിന്റെയും അടുക്കലൂടെ നിങ്ങൾ നടന്നേക്കാം. അഥവാ ഞാൻ വഫാത്തായിട്ടുണ്ടാകാം എന്ന് മുആദ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞ്, മുആദ് റളിയല്ലാഹു അൻഹു കരഞ്ഞുകൊണ്ടാണ് യമനിലേക്ക് പോയതെങ്കിൽ 37ാമത്തെ വയസ്സിലല്ലേ ആ
മുആദ് റളിയല്ലാഹു അൻഹു വഫാത്തായത് അത് വായിച്ചപ്പോൾ ഞാനേറെ കരഞ്ഞുപോയി. കാരണം 37 വയസ്സ് എന്റെ പ്രായമാണ്. ഈ പ്രായത്തിന്റെ ഉള്ളിൽ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു ലോകം മുഴുവനും എത്ര വലിയ വിജ്ഞാനമാണ് നിറച്ചുപോയത്. നമ്മുടെ 37 കൊല്ലം നഷ്ടമായി പോയി. മുആദ് റളിയല്ലാഹു അൻഹു 37 കൊല്ലം കൊണ്ട് അറിവിന്റെ എത്ര വലിയ സാമ്രാജ്യങ്ങളാണ് സ്ഥാപിച്ചത്. 1400 കൊല്ലങ്ങൾക്ക് ശേഷവും കോടാനകോടി ജനങ്ങൾ മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ പേര് കേൾക്കുമ്പോൾ റളിയല്ലാഹു അൻഹു പറയുകയാണ്, എത്ര വലിയ പ്രതിഭയാണ് മുആദ് റളിയല്ലാഹു അൻഹു 37 കൊല്ലം കൊണ്ട് നേടിയെടുത്തത്. 1400 കൊല്ലം കഴിഞ്ഞു. ഇപ്പോഴും ജനങ്ങൾ സ്നേഹിക്കുന്നു, ഇപ്പോഴും ജനങ്ങൾ ആദരിക്കുന്നു, ഇപ്പോഴും ജനങ്ങൾ റളിയല്ലാഹു അൻഹു പറയുന്നു, ഇപ്പോഴും ജനങ്ങൾ മഹാനവറുകളെ സിയാറത്ത് ചെയ്യുന്നു, ഇപ്പോഴും ദിവസേന എന്നോണം മഹാനായ മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ പേര് ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ നിന്ന് ലോകം വായിക്കുന്നു. എന്തിന് 100 കൊല്ലം ജീവിക്കണം? എന്തിന് 1000 കൊല്ലം ജീവിക്കണം? എന്തിന് ഒരുപാട് നൂറ്റാണ്ട് കഴിയണം? 37ാമത്തെ വയസ്സിൽ വഫാത്താകുമ്പോഴേക്ക് ലോകത്തെ മുഴുവനും കീഴടക്കാൻ കഴിഞ്ഞ പ്രതിഭാശാലിയെ ഈ ഉമ്മത്തിന്റെ മക്കൾക്കറിയില്ല. ഇന്ന് കേരളത്തിലെ മുഴുവൻ മണ്ഡലങ്ങളിലും മത്സരിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥാനാർത്ഥിമാരുടെ പേര് ഒരുപക്ഷേ നിങ്ങൾക്ക് മിക്ക ആളുകൾക്കും അറിയാം. ഒരു 10-12 മണ്ഡലത്തിലേക്ക് എന്തായാലും എല്ലാവർക്കും അറിയാം. പക്ഷേ സ്വർഗം കൊണ്ട് മുന്നറിയിപ്പ് ലഭിച്ച 10 സഹാബിമാരുടെ പേര് ഓ മൗലാന സാഹബ് ഹംകോ നഹി ജാനത്തെ ഹൈ, അറിയില്ല. നമുക്കത് പ്രമേയമല്ല, നമുക്കത് പ്രധാനമല്ല. നമുക്ക് നമ്മുടെ മക്കൾ അറിയേണ്ടത് എന്താണെന്ന തിരിച്ചറിവ് മാതാപിതാക്കൾക്കില്ല. അതുകൊണ്ടാണ് മിന്നിമറയുന്ന സീരിയലുകൾക്ക് മുമ്പിലും മാറിമറയുന്ന സിനിമകൾക്ക് മുമ്പിലും അതുപോലെ തന്നെ ഈ ലോകത്തിന്റെ തോന്നിവാസങ്ങളുടെ മുമ്പിൽ കയറൂരി വിട്ട ഒരു ജനതയാണ് ഇവിടെയുള്ളത്. അവരെന്താണ് ഇവിടെ ചെയ്യേണ്ടത്? സാധാരണ പല നാട്ടിൽ നിന്നൊക്കെ പെമ്പിള്ളേർ ചാടിപ്പോവും. എന്നാൽ ചോദിക്കാറുണ്ട്, ഈ മോള് ചാടിപ്പോകാതിരിക്കാൻ നിങ്ങൾ എന്ത് ചെയ്തു? നല്ലൊരു പറ്റം രക്ഷിതാക്കളോടും ചോദിക്കേണ്ടിരിക്കുക, ഈ മോള് ചാടിപ്പോകാതിരിക്കാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്തു? കാരണം അള്ളാഹുവിനെ കുറിച്ചുള്ള വിചാരം അവരുടെ ഖൽബിലില്ല, പരലോകത്തെ കുറിച്ചുള്ള വിചാരമില്ല, അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്തയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അറിയില്ല. SSLC പരീക്ഷ എടുക്കുമ്പോഴേക്ക് ആൺകുട്ടികളെയും പെൺകുട്ടികളെയും അതാ ഒരു നാണവുമില്ലാതെ നൈറ്റ് ക്ലാസ്സിന് ട്യൂട്ടോറിയലിലേക്ക് വിട്ടിട്ട് സമാധാനത്തോടെ കിടന്നുറങ്ങുന്ന വാപ്പയും ഉമ്മയുമുള്ള കാലത്ത് ഈ മക്കൾ എവിടെ പോകാനാണ്? രാത്രിയത്തേക്കുള്ള ചോറ് പൊതിയും റെഡിയാക്കിയിട്ട് വാപ്പ പറയാം, എന്റെ മോക്ക് SSLC പരീക്ഷ നൈറ്റ് ക്ലാസ്സിന് പോവാന്ന്. അന്യ ആൺകുട്ടികളും പെൺകുട്ടികളും മിക്സായി ട്യൂട്ടോറിയലുകളിൽ നൈറ്റ് ക്ലാസ്സിന് പോകുന്നു. ഇസ്ലാമിന്റെ വാപ്പ അങ്ങനെ കാത്തിരിക്കുക, എന്റെ മോള് റാങ്ക് വാങ്ങി വന്നിട്ട് പിന്നെ ഒരു മെഡിക്കൽ പ്രോഡക്റ്റ് ആകാൻ വേണ്ടി. ചാടിപ്പോകാതിരിക്കാൻ എന്ത് ചെയ്യുന്നു നമ്മൾ എന്ത് ചെയ്തു? ഭൗതികതയുടെ പ്രമത്തതയിൽ അള്ളാഹുവിന്റെ മതത്തെ പിച്ചു ചെയ്യുന്ന ഒരു ജനതയായി നമ്മൾ മാറി. അള്ളാഹു നമ്മ നിഅമത്ത് കൊണ്ട് അഹങ്കരിക്കുന്ന ഒരു ജനതയ്ക്ക് എന്ത് വരാനാണ് ഇവിടെ? അതുകൊണ്ട് നമുക്കൊരു വീണ്ടും വിചാരം വേണം. എനിക്കൊരു ദസ്തൂറ അമൽ, ഞാൻ ജീവിക്കേണ്ട ഒരു വ്യവസ്ഥിതി ഇവിടെ ഉണ്ട്. ആ വ്യവസ്ഥിതി എന്താണ്? അള്ളാഹുവിന്റെ പവിത്രമായ ഇസ്ലാമാണ്. ഞാൻ വിചാരമുള്ളവനാണ് ആവേണ്ടത്. അതാണ് മഹാനായ സയ്യിദുനാ ഹാത്തമുൽ അസം റളിയല്ലാഹു അൻഹുവിനോട് പറയുകയാണ് ശഖീഖുൽ ബൽഖി തങ്ങൾ, ഈ ലോകത്തേക്ക് ഞാൻ നോക്കിയപ്പോൾ നളറതു ഇലൽ ഖൽഖി ഫറഅയ്തു കുല്ല വാഹിദിൻ യുഹിബ്ബു മഹബൂബാ, എല്ലാവർക്കും അനുരാഗികളുണ്ട്, അനുഗാമികളുണ്ട്, ഇഷ്ടക്കാരുണ്ട്, ഡിയറസ്റ്റുകളുണ്ട്, നിയറസ്റ്റുകളുണ്ട്. ഖബറിലേക്ക് പോകുന്ന സമയത്ത് ഒരെല്ലാവരും കൂടെ വരുന്നില്ല, ഒരു ഇഷ്ടക്കാരനും കൂടെ വരുന്നില്ല. സിനിമാ നടന്മാര് മരിച്ചാലും കുഴിച്ചിടുകയാണ്, സ്പോർട്സ് സ്റ്റാറുകൾ മരിച്ചാലും കുഴിച്ചിടുകയാണ്, എത്ര വലിയ തമ്പുരാക്കന്മാര് മരിച്ചാലും അവരെ മറമാടുകയാണ്. അപ്പോൾ കൂടെ വരാനൊരു കൂട്ടുകാരുമില്ല. ഫജഅൽതുൽ ഹസനാതി മഹബൂബി,
അപ്പോഴാണ് നന്മകളെ ഞാൻ കൂട്ടുപിടിച്ചത്. ഫൈദാ ദഖൽതുൽ ഖബറ ദഖലത് മഈ. ഖബറിലേക്ക് കടന്നാൽ എന്റെ കൂടെ ഖബറിലേക്ക് വരാൻ പറ്റുന്ന സൽക്കർമ്മങ്ങളെയാണ് ഞാൻ കൂട്ടുപിടിച്ചത്. അതാണ് ഉസ്താദേ ഞാൻ 30 കൊല്ലം കൊണ്ട് പഠിച്ച കാര്യം. ഞാൻ 30 കൊല്ലം ഉസ്താദിന്റെ അടുക്കൽ താമസിച്ച് പഠിച്ചപ്പോൾ 8 കാര്യങ്ങളാണ് ഞാൻ പഠിച്ചത്. അതിൽ എനിക്ക് കിട്ടിയ ഒന്നാമത്തെ കാര്യം ഇതാണ്. എന്നിട്ട് പ്രിയമുള്ളവരെ, മരിച്ചാൽ നമ്മുടെ കൂടെ വരാനുള്ളത് സദഖത്തുൻ ജാരിയ, നിലനിൽക്കുന്ന ദാനധർമ്മങ്ങളാണ്. അത് നിങ്ങളുടെ കൂടെ വരാനുള്ളതാണ്. ലോകത്തുള്ള 20 കമ്പനി നിങ്ങളുടെ കൂടെ വരില്ല. അതേ സമയത്ത് നിങ്ങൾ അല്ലാഹുവിന് സുജൂദ് ചെയ്യാൻ ഒരു പള്ളി ഉണ്ടാക്കി, അതുപോലെ യതീമുകൾക്ക് താമസിച്ചു പഠിക്കാൻ ഒരു അനാഥശാലയുണ്ടാക്കി, പാവങ്ങൾക്ക് വെള്ളം കുടിക്കാൻ ഒരു ജലപദ്ധതി ഉണ്ടാക്കി, അതുപോലെ മുസാഫിരീങ്ങൾക്ക് താമസിക്കാൻ ഒരു മുസാഫിർ ഖാനയുണ്ടാക്കി. അങ്ങനെയെല്ലാമുള്ള നിങ്ങളുടെ സദഖത്തുൻ ജാരിയ, അത് നിങ്ങളുടെ കൂടെ വരാനുള്ളതാണ്. പിന്നെ നിങ്ങളുടെ കൂടെ വരുന്നത് എന്താണ്? വലദുൻ സ്വാലിഹുൻ യദ്ഉ ലഹു, നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുന്ന മക്കളാണ്. എന്റെ ഉമ്മ ഉപ്പമാരെ, SSF ചെയ്യുന്ന ഏറ്റവും വലിയ ദൗത്യം അതാണ്. നിങ്ങളുടെ മക്കളെ SSF ചെയ്യിക്കുന്നത് രാഷ്ട്രീയ പ്രവർത്തനമല്ല, മറ്റേതെങ്കിലും ഭൗതിക താൽപര്യങ്ങൾക്ക് വേണ്ടിയുള്ള മൂവ്മെന്റുകളല്ല. അവര് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്നു. അവര് സൽക്കർമ്മങ്ങൾക്ക് വേണ്ടി ഇറങ്ങുന്നു. ആയിരക്കണക്കിന് മെഡിക്കൽ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികളെ SSF പരിപാലിക്കുന്നത് കലാലയത്തിന്റെ ഉള്ളിലെ അഴുക്കിൽ വീണുപോകാതെ അള്ളാഹുവിന്റെ വജഹിന് വേണ്ടി പ്രവർത്തിക്കുന്ന നല്ലവരാക്കാൻ. ഈ ജില്ലയിലല്ലേ നമ്മുടെ മദാറിൽ വെച്ചുകൊണ്ട് 1500ഓളം വരുന്ന മെഡിക്കൽ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികളെ ഒരുമിച്ച് കൂട്ടിയിട്ട് പ്രോഫ് സമ്മിറ്റ് നടത്തിയപ്പോൾ ഈ വേദിയിലുള്ള പല ആളുകളും അവിടെ ഗസ്റ്റുകളായിരുന്നു. അവരെ 3 ദിവസവും നമ്മൾ നൽകിയ ശിക്ഷണം എന്താണ്? നിങ്ങളെ കലാലയത്തിൽ ഇന്ന പാർട്ടിയുടെ കൊടി കുത്തണമെന്ന് പറയാനല്ല, വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ന കക്ഷിയുടെ കൂടെയാകണമെന്ന് പറയാനല്ല, നിങ്ങളുടെ നിസ്കാരം ഖളാക്കരുതെന്ന് പറയാൻ, അള്ളാഹുവിനെ അറിയണമെന്ന് പറയാൻ, ളുഹാ നിസ്കരിക്കണമെന്ന് പറയാൻ, ഹദ്ദാദ് മുടങ്ങരുതെന്ന് പറയാൻ, അതിനുവേണ്ടിയാണ് അവരെ പരിശീലനം നൽകിയത്. അൽഹംദുലില്ലാഹ്, നിങ്ങളുടെ മക്കൾ SSFകാരാകുമ്പോൾ അവർ നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുന്നവരാണ്. വലദുൻ സ്വാലിഹുൻ യദ്ഉ ലഹു, പാതിരാത്രികളിൽ അവരെ പോസ്റ്റർ പതിക്കാൻ പോയത് അടുത്ത തെരഞ്ഞെടുപ്പിന് വേണ്ടി ആളെ കൂട്ടാനല്ല, അള്ളാഹുവിന്റെ ദീനിന്റെ പ്രചരണത്തിന് വേണ്ടിയാണ്. ബദരീങ്ങളെ ബദറിൽ ചെയ്തതിന്, ഉഹദീങ്ങളെ രണാങ്കണത്തിൽ ഇറങ്ങിയതിന്, സ്വഹാബ കിറാമ കഠിനാധ്വാനം ചെയ്തതിന് പകരം ഈ കാലത്ത് ചെയ്യാനുള്ള സേവനം എന്താണ്? അള്ളാഹുവിന്റെ ദീനിന്റെ പ്രചരണമാണ്. അതിനുവേണ്ടിയാണ് അവർ രാപ്പകലില്ലാതെ ഇറങ്ങിയത്. പിന്നീട് നിങ്ങളുടെ കൂടെ വരുന്ന അമലേതാണ്? ഇൽമുൻ യുൻതഫഉ ബിഹി, നാഫിആയ ഇൽമാണ്. പ്രിയമുള്ള സഹോദരന്മാരെ, നാഫിആയ ഇൽമാണ്. ആ ഇൽമ നിങ്ങളുടെ കൂടെ വരാനുള്ള സമ്പാദ്യമാണ്. ഇൽമ നിങ്ങളുടെ കൂടെ വരാനുള്ള സമ്പാദ്യമാണ്. നമ്മൾ പഠിച്ചു പോകുമ്പോൾ നമ്മുടെ അള്ളാഹുവിന്റെ ഇൽമിന് വേണ്ടി ജോലിയാകുമ്പോ ഒരാൾ അയാളുടെ ജീവിതത്തിൽ നിന്ന് ചെലവഴിക്കാൻ പറ്റുന്ന സമയം, ഏറ്റവും അമൂല്യമായ വസ്തുത ഏതാണ്? അത് ഇൽമിന് വേണ്ടിയുള്ള അധ്വാനമാണ്. കച്ചവടക്കാർക്ക് ഇൽമ പഠിക്കാം. സ്വഹാബത്തിൽ എത്രയോ ആള് കച്ചവടക്കാരാ, അയലിമീങ്ങളാണ്. ആ നോട്ടീസ് വിതരണക്കാരൊക്കെ പിന്നെ വിതരണം ചെയ്യാം. SFന്റെ കുട്ടികളായിരിക്കുമല്ലോ, അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് പോകുമ്പോൾ നോട്ടീസ് കൊടുക്കാം. അപ്പോൾ അള്ളാഹുവിന്റെ പവിത്രമായ ദീനിന്റെ ഇൽമ പഠിക്കാൻ നിങ്ങളുടെ ജോലികൾ തടസ്സമല്ല. മക്കയിലും മദീനയിലുമൊക്കെ പോയി നോക്കിയാൽ കാണാം, വലിയ വലിയ ഉദ്യോഗസ്ഥന്മാർ, ജോലിക്കാർ വൈകുന്നേരം വന്നുകൊണ്ട് ഇൽമ പഠിക്കുകയാണ്. അതാ കഴിഞ്ഞ ഒരു റമദാനിൽ UAE ചെന്നപ്പോൾ വലിയൊരു മൾട്ടിനാഷണൽ കമ്പനിയുടെ വലിയ MD അദ്ദേഹം
റമദാനിലെ രാത്രിയിൽ ഓരോ പണ്ഡിതന്മാരെ വിളിച്ചു വരുത്തും. എന്നിട്ട് 2, 3, 4 മണിക്കൂർ അവർ ഏറ്റവും പരിചയമുള്ള വിഷയത്തിലുള്ള ഇൽമ ഇദ്ദേഹം കേട്ടുപഠിക്കും. അങ്ങനെ എന്നെയും വിളിപ്പിച്ചിട്ട് അദ്ദേഹം വളരെ സ്നേഹത്തോടുകൂടി ആ രാത്രിയിൽ തറാവീഹ് കഴിഞ്ഞു വന്നിരുന്ന് സുബഹ് വരെ എനിക്ക് കൂടുതൽ പരിചയമുള്ള വിഷയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സീറയായതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സീറയിൽ നിന്നുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കൊടുത്തു. അയാൾ അതിൽ ഉള്ള സംശയങ്ങൾ ചോദിച്ചു. അങ്ങനെ അത്താഴം വരെയുള്ള സമയം മുഴുവനും അദ്ദേഹം ഇൽമ പഠിക്കാൻ വേണ്ടി ചെലവഴിക്കുന്നു. വലിയൊരു മൾട്ടിനാഷണൽ കമ്പനിയുടെ MD ആണ്. അതുപോലെ എത്രയോ ആളുകൾ അവർക്ക് ഇൽമ പഠിക്കാം. നമുക്കെല്ലാം ദിവസം 1 മണിക്കൂറെങ്കിലും ഇൽമ പഠിക്കാനുള്ള സമയം കണ്ടെത്തിയാൽ, ഒരാളുടെ മുത്തഅല്ലിമായി ജീവിക്കാൻ തീരുമാനിച്ചാൽ ഏതു മേഖലയിലുള്ളവർക്കുമാകാം. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മക്കയിലെ വലിയ തുണിക്കച്ചവടക്കാരനായിരുന്നു. അതോടൊപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പള്ളിയിലെ മുത്തഅല്ലിമാണ്. ഇതുപോലെ സ്വഹാബാ കിറാം മുഴുവനും വിവിധങ്ങളായ ജോലി ചെയ്തിരുന്നവരാണ്. അതോടൊപ്പം അവർ അറിവ് നേടിയവരാണ്. മക്കയിലും മദീനയിലുമൊക്കെ ഇന്നും ചെന്നാൽ വലിയ പ്രായമുള്ള ആളുകൾ കിതാബും നോട്ട്ബുക്കും എടുത്തുകൊണ്ട് സന്ധ്യാസമയത്ത് ഇശാ മഗ്രിബിനിടയിൽ ഇൽമ പഠിക്കാൻ വരുന്നത് കാണാം. അപ്പോൾ ഇൽമിന് പ്രായമില്ല, ഇൽമിന് ദേശമില്ല. നമ്മുടെ മുൻഗാമികളായ വലിയ വലിയ ആലിമീങ്ങൾ പലരും നല്ല തുണിക്കച്ചവടക്കാരുണ്ടായിരുന്നു, നല്ല തുണി നെയ്യുന്നവരുണ്ടായിരുന്നു, അതുപോലെ വിവിധങ്ങളായ കച്ചവടക്കാരുണ്ടായിരുന്നു. അവരവരുടെ ജീവിതമാർഗത്തിനു വേണ്ടി ബിസിനസ് നടത്തിയതോടൊപ്പമാണ് അവർ ഇൽമ നേടുകയും വലിയ ആലിമീങ്ങളായി ലോകത്ത് വിലാസം നേടുകയും ചെയ്ത എത്ര മഹാന്മാരാണ്. എല്ലാ മേഖലയിലുമുള്ളവർക്ക് ഇൽമ പഠിക്കാം. ആ നാഫിആയ ഇൽമ് നമുക്ക് നാളെ ഖബറിൽ കൂടെ വരാനുള്ളതാണ്. അത് മരിച്ചാൽ മുറിയുന്നതല്ല. രണ്ടാമതായി ശഖീഖുൽ ബൽഖി തങ്ങൾ പറഞ്ഞ ഒരു കാര്യം കൂടി പറഞ്ഞ് നിർത്തുകയാണ്. അതാ മഹാനവറുകളെ പറയാണ്, 30 കൊല്ലം ഞാൻ നിങ്ങളുടെ കൂടെ താമസിച്ചിട്ട് നിങ്ങളിൽ നിന്ന് പഠിച്ച 8 കാര്യങ്ങളിൽ രണ്ടാമത്തേത്, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലേക്ക് ഞാനൊന്ന് നോക്കിയപ്പോൾ നദറത്തു ഇലാ ഖൗലില്ലാഹി തആല, അല്ലാഹുവിന്റെ വിശുദ്ധ വചനത്തിലേക്ക് ഞാൻ നോക്കി. ഏതാണ് ആ വചനം? വഅമ്മാ മൻ ഖാഫ മഖാമ റബ്ബിഹി വനഹൻ നഫ്സ അനിൽ ഹവാ ഫഇന്നൽ ജന്നത ഹിയൽ മഅവാ വഅമ്മാ മൻ ഖാഫ മഖാമ റബ്ബിഹി, ആരെങ്കിലും ഒരാൾ അല്ലാഹുവിന്റെ സന്നിധിയിൽ ഹാജരാക്കപ്പെടുമെന്ന ഭയത്തോടെ വനഹൻ നഫ്സ അനിൽ ഹവാ, ദേഹേച്ഛയെ തൊട്ടവൻ നിയന്ത്രിച്ചാൽ ഫഇന്നൽ ജന്നത ഹിയൽ മഅവാ, അവന്റെ മടക്കസ്ഥാനം സ്വർഗമാണ്. വികാരങ്ങളെ നിയന്ത്രിച്ചാൽ നിങ്ങളുടെ വീട് സ്വർഗമാണ്. വികാരങ്ങളെ നിയന്ത്രിച്ചാൽ, അള്ളാഹുവിന്റെ മുമ്പിൽ ഹാജരാക്കപ്പെടുമെന്ന ബോധമുണ്ടായാൽ, അള്ളാഹുവിന്റെ മുമ്പിൽ ഹാജരാക്കപ്പെടുമ്പോൾ നമ്മളോട് ചോദിക്കും, അല്ല നിന്റെ യുവത്വം നീ എന്തിനു വേണ്ടിയാണ് ചെലവഴിച്ചത്? ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തേരാപ്പാരം സോഷ്യൽ മീഡിയ 1000 കമന്റ്സുകൾ ഡെയിലി ഞാൻ ചെയ്തു, വാട്സപ്പിലുള്ള എല്ലാ മെസ്സേജിനും ഞാൻ ആൻസർ ചെയ്തു എന്ന് പറഞ്ഞതുകൊണ്ട് നമ്മുടെ ജീവിതം ഫലവത്താവൂല. അവിടെയാണ് നമ്മുടെ മുൻഗാമികളുടെ യുവത്വം മുഴുവനും അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിച്ചത് വെക്കുമ്പോ, എന്റെ പ്രിയമുള്ള യുവാക്കളെ, നമ്മുടെ യുവത്വം എന്തിനു വേണ്ടിയാണ് ചെലവഴിക്കുന്നത്? താൽക്കാലികമായ താൽപര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ വിനിയോഗിക്കുകയാണ്. അങ്ങനെയാണ് നമ്മുടെ മക്കൾ ഇന്ന് വികാരത്തിന് അടിമപ്പെട്ടു പോവുകയാണ്. അള്ളാഹു നൽകിയ ആരോഗ്യം എന്തിന് ചെലവഴിക്കണമെന്ന വിവേകമാണ് നമുക്ക് വേണ്ടത്. അള്ളാന്റെ പ്രീതിയിൽ നമ്മൾ ചെലവഴിച്ചാൽ ഫഇന്നൽ ജന്നത ഹിയൽ മഅവാ, സ്വർഗം അവരുടെ മടക്കസ്ഥാനമാണ്. ഇന്ന് നമ്മുടെ മക്കൾക്ക് ആവശ്യങ്ങളെക്കുറിച്ച് അറിയാത്തതുകൊണ്ടാണ്
പുതിയ തലമുറയിലെ മക്കളെ മാതാപിതാക്കളുടെ മൂല്യമറിയുന്നില്ല. ഉമ്മയാര് ഉപ്പയാര് എന്നറിയുന്നില്ല. വിശേഷിച്ചും വിവാഹം കഴിഞ്ഞാൽ നമ്മുടെ യുവാക്കൾ എന്ന വഴികേടായി മാതാവിന്റെ പിതാവിന്റെ ക്ഷേമമറിയാതെ അവരവരുടെ ആഭാസങ്ങളുടെ ലോകത്ത് പോവുകയാണ്. വാപ്പവിടെ മരിക്കാൻ കിടക്കണ്, ഉമ്മവിടെ സുഖമില്ലാതെ കിടക്കണ്, ഉമ്മക്ക് സേവനം ചെയ്യാനില്ല, വാപ്പക്ക് സേവനം ചെയ്യാനില്ല. അവരവരുടെ ആസ്വാദനങ്ങളുടെ ലോകത്താണ്. കാരണം അവർക്ക് വികാരങ്ങളുടെ ലോകമേ അറിയൂ. അവർക്ക് വികാരങ്ങളുടെ ലോകമേ അറിയൂ. വിചാരത്തിന്റെ ലോകം അറിയില്ല. നാളെ ഒരു ലോകമുണ്ടെന്ന ബോധമില്ല. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ വികാരങ്ങളെ നിയന്ത്രിച്ചാൽ ഇന്ന് കല്യാണത്തിലെ ആർഭാടങ്ങളുടെയും ആഭാസങ്ങളുടെയൊക്കെ അടിസ്ഥാനം എന്താ? എല്ലാം നമ്മുടെ സ്വാർത്ഥമായ താല്പര്യങ്ങൾ. അള്ളാഹു കൊടുത്ത നിഅമത്താണ് എന്ന ചിന്തയില്ലാതെ അടിച്ചു പൊളിച്ചു കളയുന്നവർ. ഇന്നത്തെ പുതിയ തലമുറ ശരിയാവാത്ത എന്താന്ന് ചോദിച്ചാൽ ഞാൻ ചിലപ്പോഴൊക്കെ പറയേണ്ടി വരും, കല്യാണം ശരിയാവാത്തോണ്ടാണ്. കാരണം റഹ്മത്തിന്റെ മലക്കുകൾ ഇറങ്ങാൻ പറ്റുന്ന എത്ര കല്യാണ സദസ്സിന്റെ ഇവിടെ? ആണും പെണ്ണും കൂടിക്കലർന്ന് മുഴുവൻ ആഭാസങ്ങളുടെയും സിനിമാ തിയേറ്ററുകൾ തീർത്തിട്ട് അവിടെ സവ്വജതുക അങ്കഹത്തുക എന്ന് പറയുമ്പോൾ ഏത് റഹ്മത്തിന്റെ മലക്ക് അവിടെ വരിക? അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ മലക്കുകൾ ഇറങ്ങാൻ പറ്റുന്ന നിക്കാഹിന്റെ സദസ്സുകൾ ഇവിടെ ഇല്ല. നിങ്ങളുടെ മകളോ നിങ്ങളുടെ മകനോ കല്യാണം കഴിക്കുന്ന അവരുടെ സുബഹി ഖളായിട്ടുണ്ടോ ഇല്ലേ? നിങ്ങൾ നിങ്ങളുടെ മനസ്സാക്ഷിയോടെ ചോദിക്കുക. സുബഹി ഖളാക്കിയ ഒരുത്തന്റെ ദിവസത്തിന് ബറക്കത്തുണ്ടാവില്ല. അതിന്റെ വാക്കല്ല, പുണ്യപ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രഖ്യാപന. നിബിതങ്ങൾ പറഞ്ഞതൊക്കെ പുലരും. ഇപ്പൊ സൗദി അറേബ്യയിലും UAE-യിലും ഖത്തറിലും കുവൈത്തിലും ഒമാനിലും എല്ലാം സാമ്പത്തിക മാന്ദ്യമാണ് പോലും. എന്താ ഇപ്പൊ വരണമെന്നറിയോ? ഇന്ന് വരെ ജോലി ചെയ്യാതെ സുഖിച്ച അറബികളോട് പറയുന്നു ജോലി ചെയ്യാൻ. മൊബൈൽ സംവിധാനങ്ങൾ മുഴുവനും മൊബൈൽ ആക്സസറീസും മൊബൈൽ സെയിലും മൊബൈൽ ഷോപ്പും എല്ലാം സ്വദേശീവൽക്കരിക്കുന്നതിന്റെ അർത്ഥം എന്താ? അല്ലയോ സൗദി അറേബ്യയിൽ ജീവിക്കുന്ന പൗരന്മാരെ, നിങ്ങൾ ജോലി ചെയ്യുവിൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുന്നറിയിപ്പ് നൽകിയ ഒരു ഹദീസ് ഉണ്ട്. ഖിയാമത്ത് നാൾ അടുക്കുന്ന സമയത്ത് വരും, അറബികൾ അനറബികളുടെ വീട്ടിൽ ജോലി ചെയ്യുന്ന കാലം വരും. അതെങ്ങനെയാണെന്ന് എനിക്ക് പറയാൻ അറിയില്ല. ഇന്ന് അറബികളുടെ വീട്ടിലേക്ക് ഇന്തോനേഷ്യയിൽ നിന്നും ഫിലിപ്പീൻസിൽ നിന്നും ഇന്ത്യയിൽ നിന്നൊക്കെ ഖദ്ദാമുകൾ പോവാ. ഇനി അറബിക് സ്ത്രീകൾ ഖദ്ദാമുകളായി ജോലി ചെയ്യുന്ന ഒരു കാലം വരുമെന്നാണ് ആ ഹദീസിന്റെ പ്രത്യക്ഷ വാചകം. അല്ലാഹു അഅലം. എവിടേക്ക് പോകുന്നറിയില്ല. ആ ഹദീസിന്റെ ആമുഖം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, അഹങ്കാരികളായ സ്ത്രീകൾ വരും. അവര് തെരുവോരങ്ങൾ മുഴുവൻ ചവിട്ടിത്തേക്കും. അവരുടെ ബോഡി ഷേപ്പ് വസ്ത്രങ്ങൾ അവർ ധരിക്കും. എന്നിട്ട് അവരുടെ അല്ലാഹു സുബ്ഹാനഹു വ തആല മറക്കാൻ പറഞ്ഞ രീതിയിൽ മറക്കാതെ തെരുവോരങ്ങൾ ചവിട്ടിത്തേക്കുന്ന ഒരു കാലത്ത് നിന്ന് അറബി സ്ത്രീകൾ അനറബികളുടെ വീട്ടിൽ വേലയെടുക്കുന്ന കാലം വരും. ഇമാം ഹാക്കിം ഉദ്ധരിച്ച ഹദീസ് എന്നാണെന്നാണ് എന്റെ ഓർമ്മ. നിങ്ങൾ ആലോചിച്ച് നോക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നറിയിപ്പ് നൽകിയതാണ്. അപ്പൊ റബ്ബ് തന്ന നിഅമത്താണ്. നമ്മുടെ മകൾ കല്യാണം കഴിക്കപ്പെടുന്ന അന്ന് സുബഹി നിസ്കരിച്ച മോളാണോ? നിങ്ങളുടെ മകനെ കല്യാണം കഴിച്ചു കൊടുക്കുന്നത് മോൻ സുബഹി നിസ്കരിച്ചിട്ടുണ്ടോ? ആ ദിവസം ബർക്കത്തുണ്ടാവോ? ആ ദിവസം അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു സന്താനത്തെ നൽകിയിട്ടുണ്ടെങ്കിൽ ആ സന്താനം നന്നാവാൻ നിങ്ങൾ എന്ത് ചെയ്തു? നിങ്ങളുടെ മകൾക്കും മകനും അറിയോ വൈവാഹിക ജീവിതത്തിൽ ചൊല്ലേണ്ട ദിക്റുകൾ? പിശാച് കടന്നുകൂടാതിരിക്കാനുള്ള ദിക്ർ നിങ്ങളുടെ മകൾക്ക് പഠിപ്പിച്ചു കൊടുത്തോ? എല്ലാ വസ്ത്രവും വാങ്ങിക്കൊടുത്തു, എത്ര ജോഡിയോ വാങ്ങിക്കൊടുത്തു. അല്ല മോളെ, ഇനി ഒന്നുകൂടി വെച്ചോളൂ എന്ന് പറഞ്ഞു. എന്നിട്ട് രാവിലെ മുതൽ മകളെ കൊണ്ടുപോയി ഒരുക്കി ഒരു പ്രദർശന വസ്തുവായി ഓഡിറ്റോറിയത്തിൽ വെച്ചു, എല്ലാവരും വന്ന് കണ്ടുകൊള്ളാൻ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിയറി പ്രസംഗിച്ച നേതാവല്ല. പൊന്നുമോളായ ഫാത്തിമത്തു സഹറായിനെ കല്യാണം കഴിച്ചു കൊടുത്തിട്ട് കാണിച്ചു തന്നു, ഇങ്ങനെയാണ് മോളെ കെട്ടിക്കേണ്ടതെന്ന്. അങ്ങനെ പഠിപ്പിച്ചു തന്ന നേതാവാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ആ ഹബീബായ തങ്ങളെ പഠിപ്പിച്ചു എങ്ങനെയാണ് പെൺമക്കളെ വിവാഹം ചെയ്തയക്കേണ്ടത്, എങ്ങനെയാണ് ആൺമക്കളെ വിവാഹം ചെയ്തയക്കേണ്ടത്. നിങ്ങളുടെ മകളോ നിങ്ങളുടെ മകനോ കല്യാണം കഴിക്കുന്ന അന്ന് അവരുടെ ഭാര്യാഭർത്തൃ ജീവിതം തുടങ്ങുന്ന സമയത്ത് പിശാചിന്റെ സാമീപ്യമില്ലാതിരിക്കാൻ മുത്തുനബി തങ്ങളെ പഠിപ്പിച്ച ദിക്ർ നിങ്ങളുടെ മകൾക്കറിയുമോ? പക്ഷേ വീഡിയോ ബുക്ക് ചെയ്യാൻ മറന്നിട്ടില്ല. പിശാചിനെ അഡ്വാൻസ് ആയി തന്നെ ബുക്ക് ചെയ്തിട്ടുണ്ട്.
നമ്മളൊക്കെ ഇസ്ലാമായി ജീവിക്കണം എന്തിനാണ്? അള്ളാഹുവിന്റെ ദീൻ പാലിക്കുമ്പോഴാണ് മുസ്ലിം. ഇസ്ലാം നഹീ ഹൈ തോ മുസ്ലിം കൈസേ ഹോ ജായേഗാ? ഇസ്ലാമില്ലാതെ മുസ്ലിം ഉണ്ടാവില്ല. ഇസ്ലാം അവതരിപ്പിക്കേണ്ടത് പ്രായോഗിക മുസ്ലിമീങ്ങളാണ്. ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വന്നു വീഴുന്ന സാധനമൊന്നുമല്ല. ഒരു മുസ്ലിമിലൂടെ ഒരു അയൽക്കാരനെ കാണണം, ഇതാണ് മുസ്ലിം, ഇതാണ് ഇസ്ലാം. അതറിയണം. അപ്പോഴാണ് ഇവിടെ ഇസ്ലാം ഉണ്ടാവുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്ത്യനാൾ വരെയുള്ള ജനതയ്ക്ക് വേണ്ടി ഇസ്ലാമിനെ അവതരിപ്പിച്ചിട്ട് പോയത് ഖുർആനും സുന്നത്തും നമ്മൾ പറയും. ഒരർത്ഥത്തിൽ അത് ശരിയാണ്, മറ്റൊരർത്ഥത്തിൽ അതിനൊരു വ്യാഖ്യാനം വേണം. അതെന്താ? ഖുർആനും സുന്നത്തും അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എവിടെ വെച്ചിട്ടാ പോയെ? നബി തങ്ങൾ വഫാത്താകുന്ന സമയത്ത് 2 ചട്ടകൾ മുസ്ഹഫ് എടുത്തിട്ട് ഇതാ പിടിച്ചോളൂ എന്ന് പറഞ്ഞോ? ഇല്ല. സഹീഹുൽ ബുഖാരി രചിക്കപ്പെട്ടിട്ടുണ്ടോ? ഇല്ല. ഇമാം ബുഖാരി ജനിച്ചിട്ടുണ്ടോ? ഇല്ല. ഒരു ഹദീസിന്റെ കിതാബ് പോലും മുത്തുനബി തങ്ങളുടെ ജീവിതകാലത്ത് രചിച്ചിട്ടില്ല. മുസ്ഹഫ് 2 ചട്ടക്കുള്ളിൽ കൃത്യമായി ചിട്ടപ്പെടുത്തിയിട്ട് ഇതാ പിടിച്ചോളൂ എന്ന് പറഞ്ഞു തന്നിട്ടില്ല. അപ്പൊ അന്ത്യനാൾ വരെയുള്ള ജനങ്ങൾക്ക് തുടരേണ്ട ഇസ്ലാമിനെ നബി തങ്ങൾ എവിടെ വെച്ചു എന്ന് ചോദിച്ചാൽ സാധാരണ നമ്മൾ കേൾക്കുന്ന ഒരു മറുപടിയുണ്ട്. തറക്തു ഫീകും അംറൈനി ലൻ തദില്ലു മാ തമസ്സക്തും ബിഹിമാ കിതാബുല്ലാഹി വസുന്നത്തു റസൂലിഹി. അല്ലാഹുവിന്റെ ഖുർആനിലും സുന്നത്തിലുമാണുള്ളത്. എന്നാൽ ഈ ഖുർആൻ എവിടെയാണ്? ഈ സുന്നത്ത് എവിടെയാണ്? അതിനൊരു ഉദാഹരണം ഞാൻ പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ വഫാത്തായത് റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ചയാണ്. അവിടുത്തെ തിരുശരീരം ഖബറിലേക്ക് കിടത്തിയത് ബുധനാഴ്ചയാണ്. ആ ദിവസത്തിനിടയിൽ പുതുതായി ഒരാൾ വരികയാണ്. ഇസ്ലാം അറിയാൻ വേണ്ടി പുതുതായി ഒരാൾ മദീനയിലേക്ക് വന്നാൽ അയാളുടെ പക്കൽ എടുത്തു കൊടുക്കാൻ ഖുർആനിന്റെ ഒരു കോപ്പി ഉണ്ടായിരുന്നോ? ഇല്ല, ഇല്ല. ഹദീസിന്റെ ഒരു ഗ്രന്ഥമുണ്ടായിരുന്നോ? ഇല്ല, ഇല്ല. പിന്നെ ആ പുതിയ ആൾക്ക് നൽകാനുള്ള ഇസ്ലാം എവിടെയാണ്? അതാ നിൽക്കുന്നു സിദ്ദീഖുൽ അക്ബർ തങ്ങൾ. അത് ജീവിക്കുന്ന ഇസ്ലാമാണ്, പിന്നിൽ കൂടിയാൽ മതി. അതാ നിൽക്കുന്നു ഉമറുൽ ഫാറൂഖ് തങ്ങൾ. അത് ജീവിക്കുന്ന ഇസ്ലാമാണ്, പിന്നിൽ കൂടിയാൽ മതി. അങ്ങനെ ജീവിക്കുന്ന ഇസ്ലാമുകളെയാണ് നബി തങ്ങൾ ഇവിടെ വെച്ചിട്ട് പോയത്. അവരുടെ ഓർമ്മയിലാണ് ഖുർആൻ ഉണ്ടായിരുന്നത്. അവരുടെ ജീവിതത്തിലാണ് സുന്നത്തുണ്ടായിരുന്നത്. സുന്നത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? അഖ്വാലുൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വ അഫ്ആലുഹു വ തഖ്രീറാത്തുഹു. നബി തങ്ങളുടെ വചനങ്ങളും പ്രവൃത്തികളും മൗനാനുവാദങ്ങളുമാണ്. അഥവാ നബി തങ്ങൾ പറഞ്ഞു അത് കേട്ട സ്വഹാബത്തിന്റെ ഓർമ്മയിൽ ഉള്ളത്, നബി തങ്ങൾ ചെയ്തു അത് കണ്ട സ്വഹാബത്തിന്റെ ഓർമ്മയിൽ ഉള്ളത്, നബി തങ്ങൾ മൗന സമ്മതം അറിയിച്ചു അതിന് സാക്ഷിയായ സ്വഹാബത്തിന്റെ പക്കൽ ഉള്ളത്, അത് സമാഹരിച്ചതിനാണ് സുന്നത്തെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ സ്വഹാബ കിറാം ഒരു വിവരമറിയേണ്ടി വന്നാൽ അവര് ചോദിക്കും, അല്ല നിങ്ങളുടെ പക്കൽ ഈ വിഷയത്തിൽ വല്ല വിവരവും ഉണ്ടോ? അപ്പോൾ ഒരു സ്വഹാബി പറയും, ഒരു ദിവസം ഞാൻ നബി തങ്ങളുടെ വീട്ടിലേക്ക് ചെന്നപ്പോൾ തങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത് ഞാൻ കണ്ടു എന്ന സ്വഹാബി പറയും. അതാണ് ഇസ്ലാം. മറ്റൊരു സ്വഹാബി പറയും, നബി തങ്ങൾ ഇങ്ങനെ പറയുന്നത് ഞാൻ കേട്ടു എന്ന്. വേറെ ഒരു സ്വഹാബി പറയും, നബി തങ്ങളുടെ സദസ്സിലിരിക്കുമ്പോൾ ഒരാൾ അങ്ങോട്ട് കടന്നു വന്നു. അയാൾ അവിടെ നിന്ന് നിസ്കരിച്ചു. നിസ്കരിച്ച സമയത്ത് നിസ്കാരം കഴിഞ്ഞിറങ്ങിയപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, സല്ലി ഇന്നക ലം തുസല്ലി. മോനെ, നിന്റെ നിസ്കാരം ശരിയായിട്ടില്ല, നീ പോയി വീണ്ടും നിസ്കരിക്കുന്നു. അയാൾ പിന്നെയും നിസ്കരിച്ചിട്ട് വന്നു. അപ്പോഴയാളോട് വീണ്ടും നബി തങ്ങൾ പറഞ്ഞു, അസല്ലൈത, നീ നിസ്കരിച്ചുവോ? അതെ, ഞാൻ നിസ്കരിച്ചു നബിയെ. ഇല്ല, നീ നിസ്കരിച്ചിട്ടില്ല, വീണ്ടും നിസ്കരിച്ചു വരാൻ പറഞ്ഞു. എന്തായിരുന്നു കാരണം? അയാൾ വസ്ത്രം നേരെ ചൊവ്വേ ധരിക്കാത്തതായിരുന്നു കാരണം. ഇതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിമർശിച്ചതുണ്ട്, തിരുത്തിയതുണ്ട്. നല്ലത് ചെയ്തപ്പോൾ മൗനം സമ്മതമായി കൊടുത്തതുണ്ട്. ഒരിക്കൽ ഒരു ഇമാമിനെ കുറിച്ചുള്ള കംപ്ലൈന്റ് നബി തങ്ങളുടെ അടുക്കൽ വന്നു. വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി
അലൈഹി വസല്ലം തങ്ങൾ ഇമാമിനെ വിളിച്ചു. ആളുകളോട് ചോദിച്ചു, ഈ ഇമാമിനെ കുറിച്ചുള്ള കംപ്ലൈന്റ് എന്താണ്? അപ്പോൾ ആ മഅ്മൂമീങ്ങൾ പറഞ്ഞു, ഈ ഇമാമ് എപ്പോൾ നിസ്കരിക്കാൻ നിന്നാലും ഏത് സൂറത്തോതിയാലും കൂടെ ഒരു ഖുൽ ഹുവല്ലാഹു അഹദ് ഓതാറുണ്ട്. അതാണ് കംപ്ലൈന്റ് നബിയേ. അപ്പൊ നബി തങ്ങൾ പഠിപ്പിച്ചതല്ല, തങ്ങൾ ചെയ്തതുമല്ല, തങ്ങൾ പറഞ്ഞതുമല്ല. ഈ സ്വഹാബി ചെയ്തത് പുതിയ ഒരു കാര്യമാണ്. അപ്പോൾ ആ സ്വഹാബിയോട് ചോദിച്ചു, ഇമാം ബുഖാരി സ്വഹീഹിൽ ഉദ്ധരിച്ചതാണ്, അല്ല മോനെ, നിന്നെക്കുറിച്ച് ഇങ്ങനെ ഒരു പരാതിയുണ്ട്, ശരിയാണോ? അതെ, ശരിയാണ് നബിയെ. എന്തിനാ മോനെ എപ്പോഴും ഇങ്ങനെ ഖുൽ ഹുവല്ലാഹു ഓതുന്നത്? അപ്പോൾ പറഞ്ഞു, ഇന്നി ഉഹിബ്ബുഹാ, എനിക്ക് ആ സൂറത്തിനോട് വലിയ ഇഷ്ടമാണ്. അപ്പ നബിതങ്ങൾ പറഞ്ഞത്, ഞാൻ ചെയ്യാത്തത് നീ ചെയ്ത കാരണത്താൽ നരകത്തിലാണെന്നല്ല, ഞാൻ പറയാത്തത് നീ ചെയ്ത കാരണത്താൽ തെറ്റാണെന്നല്ല. നബിതങ്ങൾ പറഞ്ഞു, ഹുബ്ബുക ഇയ്യാഹാ അദ്ഖലകൽ ജന്ന, ആ ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്തിനോടുള്ള ഇഷ്ടം നിന്നെ സ്വർഗത്തിൽ കടത്തിയിരിക്കുകയാണ്. അത് സ്വർഗത്തിൽ കടക്കാൻ പറ്റുന്ന പണിയാണ്. ഇതുപോലെയുള്ള രംഗങ്ങൾ സ്വഹാബത്ത് റിപ്പോർട്ട് ചെയ്തതിനാണ് സുന്നത്ത് എന്ന് പറയുന്നത്. ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഖുർആനും സുന്നത്തുമാണ്. ഖുർആനും സുന്നത്തുമെന്ന് പറഞ്ഞാൽ ജീവിക്കുന്ന സ്വഹാബത്താണ്. അപ്പൊ നമ്മളിൽ നിന്നാണ് ഇസ്ലാം പകരേണ്ടത്. ഇന്നത്തെ ലോകത്ത് ഇസ്ലാം കാണിച്ചു കൊടുക്കേണ്ടവർ നമ്മളാണ്. നമുക്ക് കല്യാണത്തിൽ നബിതങ്ങളുടെ മതം വേണ്ട, കച്ചവടത്തിൽ നബിതങ്ങളുടെ മതം വേണ്ട, അതുപോലെ വസ്ത്രധാരണത്തിൽ നബിതങ്ങളുടെ മതം വേണ്ട. ആകെ മതം വേണ്ടത് എവിടെയാണ്? നിക്കാഹ് ചൊല്ലിക്കൊടുക്കുമ്പോൾ ഒരു മതം വേണം. എന്ന് പറയുന്നിടത്തൊരു മതം വേണം. പിന്നെ മതം വേണ്ടത് എവിടെയാണ്? ഖബറിൽ കൊണ്ടുപോയി കുഴിച്ചിടാൻ നേരം ഒരു മതം വേണം. വേറെ എവിടെയും നമ്മൾ മതം നോക്കുന്നില്ല. അല്ല മോനെ, അല്ല. ജീവിതത്തിന്റെ എല്ലാ തലത്തിലും നമ്മൾ അല്ലാഹുവിന്റെ ദീന് നോക്കണം. അപ്പോഴാണ് ഒരു യഥാർത്ഥ മുസ്ലിമാവുകാൻ പാടില്ല. വഞ്ചന നടത്തിയിട്ട് കച്ചവടം നടത്തിയാൽ മൻ ഗശ്ശനാ ഫലൈസ മിന്നാ, വഞ്ചിക്കുന്നവൻ എന്നിൽ പെട്ടവനല്ല. ഞാൻ വിഷയങ്ങൾ പറഞ്ഞാൽ കൂടിപ്പോവും. ഇന്ന് നല്ലൊരു ശതമാനം ആളുകളും മക്കൾക്ക് കൊടുക്കുന്നത് ഹലാലായ ഭക്ഷണമല്ല. പിന്നെ എങ്ങനെ ഈ മക്കൾ നന്നാവുക? വെട്ടിപ്പ് നടത്തിയത്, പലിശ വാങ്ങിയത്, വഞ്ചന നടത്തിയത്, പിടിച്ചുപറിച്ചത്, ഹലാലല്ലാത്ത വരുമാനത്തിലൂടെ. ഇപ്പോ ഗൾഫിൽ ചെല്ലുമ്പോൾ ഒരാൾ പറഞ്ഞു, ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചുകൊണ്ട് പൈസ ഉണ്ടാക്കുന്ന കുറെ ആളുകളുണ്ട് പോലും. അതിനെക്കുറിച്ച് ഞാൻ പഠിച്ചു നോക്കുമ്പോൾ ഹലാലായ ഒരു രീതിയായിട്ട് തോന്നണില്ല. ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചുകൊണ്ട് അതിൽ നിന്ന് പണത്തിന് പകരം പണം ലാഭമായി വാങ്ങുന്ന ആളുകൾ, ഏതൊക്കെ രൂപത്തിലുള്ള ആളുകളാണ്? ഇന്നാരില്ല. എങ്ങനെയെങ്കിലും പണം ഒരു രംഗം മുഅ്മിനീങ്ങൾക്ക് വരും. വലദൈനാ മസീദ്. ആ ഒരു രംഗത്തിന് വേണ്ടിയാണ് നമ്മൾ കൊതിക്കേണ്ടത്. അല്ലാഹുവേ, ഞങ്ങൾക്കെല്ലാം നിന്റെ ലിഖാ നീ നൽകണേ റഹ്മാനേ. لا يستوي القاعدون من المؤمنين غير أولي الضرر والمجاهدون في سبيل الله بأموالهم وأنفسهم. فضل الله المجاهدين بأموالهم وأنفسهم على القاعدين درجة وكلا وعد الله الحسنى وفضل الله المجاهدين على القاعدين أجرا عظيما. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, ലാ യസ്തവിൽ ഖാഇദൂന മിനൽ മുഅ്മിനീൻ. അല്ലാഹുവിന്റെ മാർഗത്തിൽ ഇറങ്ങി പുറപ്പെട്ട് അധ്വാനിക്കുന്നവരും അധ്വാനിക്കാതെ കാരണമില്ലാതെ ഇരിക്കുന്നവരും തുല്യന്മാരല്ല. വൽ മുജാഹിദൂന ഫീ സബീലില്ലാഹി ബിഅംവാലിഹിം വഅൻഫുസിഹിം. ശരീരവും സമ്പത്തും അല്ലാഹുവിന്റെ മാർഗത്തിൽ
മാർഗത്തിൽ ചെലവഴിക്കുന്നവരും അല്ലാത്തവരും തുല്യന്മാരായ ആളുകളല്ല. ഫല്ലല്ലാഹുൽ മുജാഹിദീന അലൽ ഖാഇദ് മുജാഹിദീന ബിഅംവാലിഹിം വഅൻഫുസിഹിം അലൽ ഖാഇദീന ദറജ. അള്ളാഹുവിന്റെ മാർഗത്തിൽ സമ്പത്തും ശരീരവും ചെലവഴിക്കുന്നവർക്ക് അള്ളാഹു തആല ഒരുപാട് മഹത്വങ്ങൾ നൽകിയിരിക്കുകയാണ്. പിന്നെയും ഖുർആൻ പറയാണ്, വഫല്ലലല്ലാഹുൽ മുജാഹിദീന അലൽ ഖാഇദീന അജ്റൻ അദീമാ. ഒരുപാട് മഹത്വമേറിയ പ്രതിഫലങ്ങളാണ് അള്ളാന്റെ മാർഗത്തിൽ വ്യയം ചെയ്യുന്നവർക്ക് വേണ്ടി വെച്ചിട്ടുള്ളത്. ശരീരം ചെലവഴിക്കേണ്ടത് അള്ളാഹുവിന്റെ മാർഗത്തിൽ പടക്കളത്തിലിറങ്ങിയ യോദ്ധാക്കളെ പോലെ മാത്രമല്ല, അള്ളാന്റെ മാർഗത്തിൽ ദീനീ പ്രവർത്തനം ചെയ്യൽ അവരുടെ ശരീരം കൊണ്ടുള്ള വിനിയോഗമാണ്. കണ്ടില്ലേ മഹാനരായ കാന്തപുരം ഉസ്താദ് അവറുകൾ പ്രായം മറന്ന് ദേശം മുഴുവനും യാത്ര ചെയ്യുന്നത് അധികാരത്തിന് വേണ്ടിയല്ല, കുടുംബം പോറ്റാൻ വേണ്ടിയല്ല, പണമുണ്ടാക്കാൻ വേണ്ടിയല്ല. അള്ളാഹുവിന്റെ ദീനിനെ എന്നെ കൊണ്ട് എന്തെങ്കിലും ഒരു കാര്യമുണ്ടായെങ്കിൽ എന്ന് വിചാരിച്ച് യാത്ര ചെയ്യുന്ന മഹാനാണ്. മഹാന്മാരായ നമ്മുടെ ആലിമീങ്ങൾ അതാ പ്രായം മറന്ന്, ക്ഷീണം മറന്ന്, രോഗം മറന്ന് ദേശാടനം നടത്തി ഇൽമ പ്രചരിപ്പിക്കുകയാണ്. അവരുടെ ലക്ഷ്യം അവരുടെ സ്വന്തം പുരോഗതിയല്ല. ലില്ലാഹി ജാഹദ ബിൽ അബ്ദാനി വൽ മാലി വലാ യമീലു ഇലാ അർബാബി അംവാലി. അള്ളാന്റെ മാർഗത്തിൽ അവരെ ചെലവഴിക്കുകയാണ്. അറിയുമോ, എന്റെ കൂട്ടുകാരായ SSFകാരോട് പറയട്ടെ, ഞാൻ എന്റെ പ്രസംഗം ഇത് നീട്ടുന്നില്ല. മോനെ, നിന്റെ കണ്ണുകൊണ്ട് തെറ്റു ചെയ്യല്ലേ മോനെ, സിനിമ കാണല്ലേ മോനെ, അന്യപെണ്ണിനെ നോക്കി ആസ്വദിക്കല്ലേ മോനെ, അതുപോലെ ഔറത്തുകൾ കണ്ട് സന്തോഷിക്കല്ലേ മോനെ, വിലക്കപ്പെട്ട കാഴ്ച കാണല്ലേ മോനെ. അല്ലയോ കൂട്ടുകാരാ, അതാ മ്യൂസിക് കേട്ട് കാത് കേടുവരുത്തല്ലേ മോനെ, അതാ തഖ്വയോടെ ജീവിക്കണേ മോനെ. അതുപോലെ നിന്റെ കാലുകൊണ്ട് അനാവശ്യത്തിലേക്ക് നടക്കല്ലേ മോനെ. നിന്റെ നാവുകൊണ്ട് ഉമ്മയുടെ ബഹുമാനത്തിന് നിരക്കാത്ത, ഉപ്പയുടെ ആദരവിന് നിരക്കാത്ത ഒരു വാക്കും പറയല്ലേ മോനെ. അല്ലാഹ് എന്തൊരു രക്ഷിതാവാണ്, എന്തൊരു കാരുണ്യവാനാണ്. ഞാൻ ഇവിടെ നിന്ന് പ്രസംഗിക്കുമ്പോൾ എന്റെ വയസ്സുള്ള എത്രയോ ആളുകൾ തൊട്ടടുത്തുള്ള ഖബർസ്ഥാനിൽ കിടക്കുന്നുണ്ട്. അവരെക്കാൾ എനിക്ക് ഈ വയസ്സിൽ ഇവിടെ നിൽക്കാൻ ആയുസ് നൽകിയത് എന്റെ ഇബാദത്ത് കൊണ്ടല്ല, എന്റെ ഇൽമു കൊണ്ടല്ല, എന്റെ പണം കൊണ്ടല്ല, എന്റെ സദഖ കൊണ്ടല്ല, ഖാലിഖായ എന്റെ റബ്ബിന്റെ ഔദാര്യമാണ്. എന്റെ പ്രായമുള്ള എത്രയോ ആളുകൾ ക്യാൻസർ രോഗികളുണ്ട്, കിഡ്നി രോഗികളുണ്ട്, ഹോസ്പിറ്റലിൽ കിടക്കുന്നുണ്ട്, ബോധമില്ലാത്തവരുണ്ട്, ICUവിലുണ്ട്. എനിക്കതൊന്നും തരാതിരുന്നത് എന്റെ അമല് കൊണ്ടല്ല, എന്റെ തഖ്വ കൊണ്ടല്ല, ഞാൻ വലിയ ആളായതുകൊണ്ടല്ല, എന്റെ സ്രഷ്ടാവായ റബ്ബിന്റെ ഔദാര്യമാണ്. എന്തൊരു റബ്ബാണ്, എന്തൊരു ഔദാര്യവാനാണ്. ആ അല്ലാഹനെ മറന്നുകൂടാ. നമ്മുടെ എല്ലാവരുടെയും അവസ്ഥ ഇതാണ്. അതുകൊണ്ട് റബ്ബിനെ ഓർത്ത് ജീവിക്കണേ. സദസ്സിലുള്ളവരൊക്കെ ഒന്ന് എഴുന്നേറ്റ് അടുത്തേക്ക് നിന്നാൽ ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ബഹുമാനപ്പെട്ട ഹസൻ ഇബ്നു അറഫ റളിയല്ലാഹു അൻഹു പറയുകയാണ്, റഅയ്തു യസീദ് ബിൻ ഹാറൂന, യസീദ് ബിൻ ഹാറൂൻ എന്നവരെ ഞാൻ കണ്ടു. ബിവാസിത, വാസിത്ത് എന്ന് പറയുന്ന നാട്ടിൽ വെച്ചുകൊണ്ട് ഞാൻ യസീദ് ബിൻ ഹാറൂൻ എന്നവരെ കണ്ടു. വഹുവ മിൻ അഹ്സനിൻ നാസി ഐനൈൻ, നല്ല നയന സൗന്ദര്യമുള്ള ആളായിരുന്നു യസീദ് ബിൻ ഹാറൂൻ. കണ്ണുകൾക്ക് നല്ല സൗന്ദര്യമുള്ള ആളായിരുന്നു യസീദ് ബിൻ ഹാറൂൻ. ثم رأيته بعين واحدة, കുറച്ച് നാള് കഴിഞ്ഞപ്പോൾ യസീദ് ബിൻ ഹാറൂൻ എന്നവരുടെ ഒരു കണ്ണ് കാണാനില്ല, അഥവാ ഒരു കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ثم رأيته وقد عمي, കുറച്ച് നാള് കഴിഞ്ഞ് പിന്നെയും ഞാൻ യസീദ് ബിൻ ഹാറൂനിനെ കാണുമ്പോൾ
മഹാനവറുകളുടെ രണ്ട് കണ്ണിനും കാഴ്ചയില്ല. ഞാൻ ചോദിച്ചു, യാ അബാ ഖാലിദ്, ഓ അബൂ ഖാലിദേ, മാ ഫഅലത്തിൽ ഐനാനിൽ ജമീലത്താൻ, ആ സൗന്ദര്യമുള്ള രണ്ട് കണ്ണുകൾ എവിടെ പോയി അബൂ ഖാലിദേ? നിങ്ങൾ നല്ല നയന സൗന്ദര്യമുള്ള ആളായിരുന്നല്ലോ, നല്ല നേത്രഭംഗിയുള്ള ആളായിരുന്നല്ലോ, എവിടെ പോയി നിങ്ങളുടെ രണ്ട് കണ്ണുകളും? അപ്പോൾ മഹാനവറുകൾ പറയാണ്, ذهب بهما بكاء الأسحار ذهب بهما بكاء الأسحار. പാതിരാത്രി എന്റെ റബ്ബിന് വേണ്ടി അള്ളാനെ ഓർത്ത് കരഞ്ഞിട്ടെന്റെ കണ്ണു പോയതാണ്. പാതിരാത്രി സമയമിരുന്നിട്ട് റബ്ബിനെ ഓർത്ത് കരഞ്ഞിട്ടാണ് എന്റെ കണ്ണ് കേടുവന്നത്, അല്ലാതെ ഞാനൊന്നും കാണാൻ പോയതല്ല. ذهب بهما بكاء الأسحار. അല്ലാഹ്, ഞാൻ എന്റെ കണ്ണ് തന്ന റബ്ബേ, അലം നജ്അൽ ലഹു ഐനൈൻ വലിസാനൻ വശഫതൈൻ വഹദൈനാഹു നജ്ദൈൻ. അല്ലാഹു തന്ന അനുഗ്രഹമാണ്. ആ റബ്ബിനെ പേടിച്ച് കരഞ്ഞു പോയപ്പോൾ എന്റെ കണ്ണിന് കേടുവന്നു പോയതാണ്, കാഴ്ച പോയതാണ്. എനിക്ക് വേണ്ടത് റബ്ബിന്റെ ലിഖാ ആണ്. എന്റെ ഉമ്മപെങ്ങന്മാരെ, ഇന്ന് നിർബാധം സിനിമ കാണുന്ന കാലമാണ്. സോഷ്യൽ മീഡിയയിൽ എന്തെല്ലാം തോന്നിവാസത്തിന്റെ ക്ലിപ്പ് വരുന്ന കാലമാണ്. എല്ലാ പെങ്ങന്മാർക്കും വാട്സപ്പിൽ അക്കൗണ്ടുണ്ട കാലമാണ്. ആരെയും വിളിക്കാം, ആരോടും ചാറ്റ് ചെയ്യാം. തഖ്വയുള്ള പെങ്ങന്മാരോട് പറയട്ടെ, നിങ്ങളുടെ സമയം റബ്ബിന്റെ പ്രീതിയിലാവണം. തെരുവിൽ കറങ്ങല്ലേ പെങ്ങളെ, ടൂ വീലറിൽ അലഞ്ഞു നടക്കല്ലേ പെങ്ങളെ. നിങ്ങളുടെ ശരീരത്തിന്റെ ഭാഗഭംഗങ്ങൾ അന്യപുരുഷന്മാര് കാണുന്ന രൂപത്തിൽ സഞ്ചരിക്കല്ലേ പെങ്ങളെ. കയറ്റി വെട്ടിയ ചുരിദാറിട്ട് തെരുവിൽ കറങ്ങല്ലേ മോളെ. കാലിന്റെയും ശരീരത്തിന്റെയും അംഗഭംഗങ്ങളും വലിപ്പങ്ങളും അന്യപുരുഷന്മാര് കാണുന്ന രൂപത്തിൽ വസ്ത്രസല്ലമതങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളതാണ്. ഫൽഅനൂഹുന്ന, അവരെ ശപിച്ചോളണേ എന്ന് നബിതങ്ങൾ പറഞ്ഞില്ലേ? ഫഇന്നഹുന്ന മൽഊന, അങ്ങനെ ശരീരത്തിന്റെ വണ്ണ വലിപ്പങ്ങൾ കാണുന്ന രൂപത്തിൽ വസ്ത്രം ധരിക്കുന്നവർ ശപിക്കപ്പെട്ടവരാണെന്നും അവരെ ശപിച്ചുകൊള്ളുവിൻ എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്. ഞാനൊരു മുസ്ലിയാർ കുട്ടിയുടെ വർത്തമാനമല്ല, ഒരു പള്ളിയിലെ ഖത്തീബിന്റെ വർത്തമാനമല്ല. അള്ളാഹുവിന്റെ ഹബീബായ തങ്ങൾ പറഞ്ഞ വിവരം ഞാൻ നിങ്ങളോട് പറയാണ്. അങ്ങനെ അള്ളാഹുവിരെയാവല്ലേ. പർദ്ദ ധരിക്കുന്നവരും ബോഡി ഷെയ്പ്പ് പർദ്ദ ധരിച്ചതിന്റെ മാന്യതകളെയല്ലേ. തല തുറന്നിട്ട് തെരുവിൽ കറങ്ങല്ലേ. അന്യപുരുഷന്മാരോട് കൊഞ്ചിക്കൊഴിഞ്ഞു നടക്കല്ലേ. ഒരു രാഷ്ട്രീയത്തിനും വേണ്ടി തെരുവിൽ ഇറങ്ങില്ലേ. മക്കനയിട്ട് പരീക്ഷ എഴുതാൻ വേണ്ടി സമരം ചെയ്തിട്ട് ചില പെൺകുട്ടികൾ പോലീസുകാരോട് പിടിവലി കൂടുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ കേൾക്കുമ്പോ എന്തൊരു വേദനയാണ്, എന്തൊരു ദുരന്തമാണ്. ഇങ്ങനെ ഒരു ഇസ്ലാം മുത്തുനബിതങ്ങൾ പഠിപ്പിച്ചിട്ടില്ല. അള്ളാഹുവിന്റെ ദീൻ അങ്ങനെ ഒരു നിയമം പറഞ്ഞിട്ടില്ല. മക്കനയിട്ട് പരീക്ഷ എഴുതാനുള്ള അവകാശത്തിന് അന്യപുരുഷന്മാരുടെ മുമ്പിൽ പോയി തട്ടിക്കയറിയിട്ട് തെരുവിൽ പോലീസുകാർ വലിച്ചഴയ്ക്കുന്നു. അതാ പർദ്ദയിട്ട സ്ത്രീകളെയെന്ന്, മക്കനയിടാൻ വേണ്ടിയുള്ള സ്ത്രീകളെയെന്ന്. ശിരോവസ്ത്രത്തിന്റെ സമരം രാഷ്ട്രീയത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന തൽപര കക്ഷികളുള്ള കാലമാണ്. അതാ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ചട്ടിയും കലവും എടുത്ത് സമരം ചെയ്യുന്ന സ്ത്രീകളുള്ള കാലമാണ്. കോലം കത്തിക്കാൻ തെരുവിൽ പെണ്ണിറങ്ങുന്ന കാലമാണ്. എന്തൊരു വേദനയാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുന്നറിയിപ്പ് നൽകി. അവരുടെ ശാപം, അവർ ശപിക്കപ്പെട്ടവരാണെന്ന്. അതുകൊണ്ട് പെങ്ങളെ, നീ അതിൽ പെടാൻ പാടില്ല. ഈ ജീവിതം താൽക്കാലികമാണ്. എന്റെ SSFന്റെ കൂട്ടുകാരെ, 5 നേരത്തെ നിസ്കാരം മുടക്കല്ലേ മോനെ.
സുന്നത്ത് നിസ്കാരം പരമാവധി നിർവഹിക്കണേ മോനെ. ഉപ്പാന്റെ ഉമ്മാന്റെ പൊരുത്തം നഷ്ടപ്പെടുത്തല്ലേ മോനെ. അതാ രാത്രികാലങ്ങളിൽ നിങ്ങൾ പോസ്റ്റർ ഒട്ടിച്ചത് റബ്ബിന്റെ വജ്ഹിന് വേണ്ടിയാണ്. അക്കാരണത്താൽ സുബഹി ഖളാവല്ലേ മോനെ. സമ്മേളനത്തിന്റെ പ്രചരണം ഞാനങ്ങ് വരുന്ന വഴിക്ക് എത്രയോ ദൂരെ മുതൽ ഇതിന്റെ പോസ്റ്റർ കാണുന്നുണ്ട്. ഈ നാട്ടിലെ കുട്ടികൾ പോയി കഷ്ടപ്പെട്ട് ഒട്ടിച്ചതാണ്. അത് റബ്ബിന്റെ അടുക്കന്ന് കൂലി കിട്ടുന്ന അമലാണ്. പക്ഷേ അത് കഴിഞ്ഞിട്ട് സുബഹി ഖളാഅക്കല്ലേ മോനെ. ഉമ്മാനെ അനുസരിക്കുന്ന മോനാകണേ കുഞ്ഞേ. ഉപ്പാനെ ആദരിക്കുന്ന മോനാകണേ മോനെ. അങ്ങനെ റബ്ബിനെ ഭയപ്പെടുന്ന കുട്ടിയാവണം. ഒന്ന് പറഞ്ഞോട്ടെ, അലി ഇബ്നു അബ്ദുല്ലാഹി പറയുകയാണ്, ഞങ്ങൾ യഹ്യ ഇബ്നു സഈദ് എന്നവരുടെ കൂടെയായിരുന്നു. ഫലമ്മാ ഖറജൽ മസ്ജിദ, മഹാനവറുകൾ പള്ളിയിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ, ഖറജനാ മഅഹു, പള്ളിയിലേക്ക് പുറപ്പെട്ടപ്പോ ഞങ്ങളും പുറപ്പെട്ടു. ഫലമ്മാ സാറ ബിബാബി ദാരിഹി വഖഫ, വീട്ടുമുറ്റത്തെത്തിയപ്പോൾ മഹാനവറുകൾ നിന്നു. വഖഫ്നാ മഅഹു, ഞങ്ങളും അവിടെ നിന്നു. ഫന്തഹാ ഇലൈഹി റവാബിയു, റവാബി എന്നവർ അങ്ങോട്ടെത്തി. ഫഖാല യഹ്യ ഇബ്നു സഈദ് എന്നവർ പറഞ്ഞു, വരൂ വരൂ എന്ന് പറഞ്ഞു. ഫദഖ ാണ് ശബ്ദമുയരുകയാണ്. വീട്ടിന്റെ മുമ്പിലാണ്. അതാ മഹാനവറുകളങ്ങ് വീടിന്റെ ഭാഗത്തേക്ക് ചായുകയാണ്. ശരീരത്തിന് മുറിവ് പറ്റുകയാണ്. രക്തം ഒലിക്കുകയാണ്. വീട്ടുകാര് കരയുകയാണ്. ഞങ്ങളവിടുന്ന് വിട്ടു. വീട്ടുവാതിക്കൽ നിന്നു ബോധം തെളിയുന്നതുവരെ അതാ മഹാനവറുകൾ ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന യൗമൽ ഫസ്ലി മീഖാതുഹും അജ്മഈൻ, ഖിയാമത്ത് നാൾ നിങ്ങളെ എല്ലാവരുടെയും അവധി സമയമാണ്. എല്ലാവരെയും ചോദ്യം ചെയ്യുന്ന നാളാണ്. എല്ലാവരുടെയും കണക്കെടുക്കുന്ന സമയമാണ്. ആ ആയത്ത് കേട്ട് ബോധം കെട്ട് വീണ് അതോർത്ത് കരഞ്ഞ് കരഞ്ഞ് അവിടുന്ന് പരിക്കു പറ്റിയ മുറിവ് മരണം വരെ ഉണങ്ങിയിട്ടില്ല. അവർക്ക് വേണ്ടത് അല്ലാഹുവിന്റെ ലിഖാഅാണ്. ഇൻഷാ അല്ലാഹ് നാളെ മുഅ്മിനീങ്ങൾക്ക് വലദൈനാ മസീദ്, അല്ലാഹുവിന്റെ ലിഖാഅ് കിട്ടുന്ന നേരത്ത് സാധുക്കളായ ഞങ്ങൾക്കും നിന്റെ ലിഖാഇനുള്ളൊരവസരം ഓശാരമായി ഞങ്ങൾക്ക് നൽകണേ റഹ്മാനേ. ഹബീബായ തങ്ങളോടുള്ള മഹബത്ത് ഞങ്ങളുടെ ഖൽബിലൊന്ന് നിറച്ചു തരണേ റഹ്മാനേ. മരിക്കുന്ന സമയത്ത് കാമിലായ ഈമാൻ ഞങ്ങൾക്കൊക്കെ നൽകണേ റഹ്മാനേ. എല്ലാ ഉമ്മബങ്ങന്മാരോടും പ്രത്യേകം വസിയ്യത്ത് ചെയ്യുന്നത് തഖ്വയോടെ ജീവിക്കണമെന്ന്, ഹറാമിൽ വീണുപോകരുതെന്ന്, അല്ലാഹുവിനെ മറന്നുകളയരുതെന്ന്, ഗീബത്ത് പറയരുതെന്ന്, നമീമത്തിൽ ഇടപെടുന്ന സികണ്ഠവിധങ്ങളെ കാണാൻ പറ്റൂല മോളെ. അതുകൊണ്ട് തഖ്വയോടെ ജീവിക്കണമെന്ന് എന്നോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തി അല്ലാഹു നമ്മുടെ ഈ സദസ് നമ്മിൽ നിന്നൊക്കെ കബൂൽ ചെയ്തു തരട്ടെ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഹിബ്ബീങ്ങളിൽ അല്ലാഹു നമ്മയൊക്കെ ഉൾപ്പെടുത്തി തരട്ടെ. ഒരു 10 സ്വലാത്ത് ചൊല്ലി. റജബ് മാസാണല്ലോ, അള്ളാഹുവിന്റെ മാസം എന്നാണ് ഈ മാസത്തിന്റെ പേര്. റജബുൻ ഷഹറുല്ലാഹി വ ശഅബാനു ഷഹരി വ റമളാനു ഷഹറു ഉമ്മത്തി. ചോദ്യത്തിനൊക്കെ അള്ളാഹു ഉത്തരം തരാൻ ഔദാര്യം ചെയ്യുന്നൊരു മാസമാണ് റജബ് മാസവും. മഹത്വമുള്ള മാസമാണ്. അതുകൊണ്ട് അള്ളാഹുവിനോട് നമുക്ക് ദുആ ചെയ്ത് വേഗം പിരിയണം. അള്ളാഹു നമ്മുടെ എല്ലാ മജ്ലിസും കബൂൽ ചെയ്തു തരുമാറാകട്ടെ. പ്രിയമുള്ളവരിൽ 10 സ്വലാത്ത് ചൊല്ലി. യാ ലത്തീഫ് എന്നുള്ള ദിക്ർ ദുആയ്ക്ക് ഇജാബത്ത് കിട്ടാൻ പറ്റിയ ദിക്റാണ്. അതുകൂടി ഒരു 10 പ്രാവശ്യം ചൊല്ലി. ഖാലിഖായ റബ്ബ് തരുന്നത് തടയാൻ ഒരാൾക്കും കഴിയില്ല, തന്നത് തടയാൻ ഒരാൾക്കും കഴിയില്ല, തടഞ്ഞത് തരാൻ ഒരാൾക്കും കഴിയില്ല. അതുകൊണ്ട് ആ നല്ല ഈമാനോടെ നമ്മളിവിടെ
ഇവിടുന്ന് ദുആ ചെയ്ത് പിരിയണം. അള്ളാഹു നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും കബൂൽ ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലിം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ. കൊണ്ടുപോയിട്ട് ഇത് ഇന്ത്യൻ സിവിൽ സർവീസിന്റെ സർട്ടിഫിക്കറ്റ് ആണ്. ഇത്